എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളില. വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടത്തുന്നത് യേശുവത്രേ, ഞാനവൻ കരങ്ങളില. നടത്തുന്നത് യേശുവത്രേ, ഞാനവൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ.
എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. നമ്മുടെ ഈ അപ്പുറം പള്ളിയുടെ സെന്റ് ജോസഫ് സ്നേഹദൈവത്തിന്റെ ഔദ്യോഗികമായ ഒരു മീറ്റിംഗ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ ക്ഷണിക്കപ്പെട്ട അച്ഛന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പരിയാരം സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ ആദരണീയനായ വികാരി ഫാദർ അലക്സി മാർട്ടിന്റെ സ്നേഹദൈവത്തിന്റെ സ്നേഹാദരവുകൾ നമ്മുടെ സജീവ പ്രവർത്തകർ എബ്രഹാം നിലവിൽ സമർപ്പിക്കുന്നു. അച്ഛനെ വന്നിരിക്കുന്ന എല്ലാ ഐതിഹ്യങ്ങളെയും ബഹുമാനത്തോടെ സ്നേഹത്തോടെയും മീറ്റിംഗിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും കയറി വരിക പ്ലീസ്. എല്ലാവരും വേദിയിലേക്ക്, എല്ലാ വൈദികരും വേദിയിലേക്ക് കയറി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങോട്ടാണോ? ഇങ്ങോട്ട് എവിടെ? നമ്മുടെ സജീവ പ്രവർത്തകർ എബ്രഹാം നിലവിൽ സമർപ്പിക്കുന്നു. എബ്രഹാം ബിയുടെ കൂടെ തോട്ടനാട് സെന്റ് ജൂസ് CSI പള്ളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വികാരി ഫാദർ മാത്യു പോളിന് നമ്മുടെ സംഘടനയുടെ പ്രിയപ്പെട്ട സണ്ണി ജോർജ് വലിയമറ്റും പൂവെടുത്ത് ആദരിക്കുന്നു. നമ്മുടെ സഭയുടെ കോട്ടയം ഭദ്രാസനത്തിലെ സെക്രട്ടറി ആയി ഫാദർ KN സെക്രട്ടറി പൂർത്തികയിലെ ഏറ്റവും ബഹുമാനത്തോടെ അതിന് എത്തിയില്ല അതിന് സംസാരിക്കുകയാണ്. എല്ലാ അച്ഛന്മാരെ അറിയത്തില്ല. സെന്റ് ജോസഫ് ഫോറം കോട്ടയം ഭദ്രാസനം വൈസ് പ്രസിഡന്റ് ഏറ്റവും ബഹുമാന്യനായ ലിവിൻ ഫിലിപ്പോസ് അച്ഛനെ ആദരിക്കുന്നതിനായി നമ്മുടെ അന്നമ്മ ടീച്ചർ പ്രവർത്തകരെ ക്ഷണിച്ചുകൊള്ളുന്നു.
യോഹന്നാന്റെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രങ്ങളുണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീനെന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴികൾക്ക് കൊണ്ടുപോയി കൊടുപ്പീനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴികൾ ആരും അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറ് മണവാളനെ വിളിച്ച്, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിന് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അനന്തരം അവനും അവൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കർപ്പനഗൃഹത്തിലേക്ക് പോയി. അവിടെ ഏറെ നാൾ പാർത്തില്ല. മേസ്തുനിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ പരിശുദ്ധ സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ പരിശുദ്ധൻ 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 ഒരു സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നമ്മുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമായ കർത്താവേ, പരിശുദ്ധ പിതാവേ, പിതാവിന്റെ സ്നേഹത്തിനായി നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്നു. കഴിഞ്ഞ രാത്രിയും ഞങ്ങളോട് കൂടിയിരുന്നു സുഖകരമായിട്ടുണ്ടാകുന്നു. ദൈവമേ, ഈ പകൽ അങ്ങയുടെ വലിയ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കരുതാനോ പ്രവർത്തിക്കാനോ ഞങ്ങളെ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറയായി കുടുംബജീവിതത്തിൽ പ്രവേശിക്കാനും കുടുംബജീവിതത്തിന്റെ സന്തോഷം അനുഭവിക്കാനും ദൈവമായ കർത്താവ് ഞങ്ങളെ ഇടയാക്കും. പാർക്കുവാൻ ഭവനമോ, ധരിക്കുവാൻ വസ്ത്രവും, സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും കുടുംബജീവിതങ്ങളും ദൈവം ഞങ്ങൾക്ക് നൽകി. ക്രൈസ്തവ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം ഞങ്ങളെ ആത്മീയങ്ങളിലൊക്കെ ജീവിക്കാനും പ്രവർത്തിക്കാനും അവിടുന്ന് ഞങ്ങളെ പ്രാപ്തരാക്കുന്നതോ സ്തോത്രം. ക്രൈസ്തവ മൂല്യങ്ങൾ ഞങ്ങൾക്ക് നൽകി. ആരാധിക്കാൻ ദേവാലയത്തിന്റെ ചുറ്റുപാട് ഞങ്ങൾക്ക് നൽകി. ദൈവമേ, ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും
അവരവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്താഴയുടെ മുൻപിൽ അവരെടുത്തതായിട്ടുള്ള തീരുമാനങ്ങളും പ്രതിജ്ഞകളും ഒക്കെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി മുൻപോട്ട് ജീവിക്കാൻ അവർ ഇടയാക്കി. കനാവിലെ വിരുന്നശാലയിലെ അനുഭവം, കല്യാണത്തിൻ്റെ അനുഭവം വീണ്ടും ഞങ്ങൾക്ക് നോക്കുവാനും ആ സന്തോഷം പങ്കുവയ്ക്കുവാനും ദൈവം ഞങ്ങളെ ഇടയാക്കി നമ്മയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഇവിടെ നടത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവകൃപ കൂടിയിരിക്കണമേ. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമാക്കണമേ. നേതൃത്വം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. സംബന്ധിക്കുന്നവരെയും അവരുടെ കൃപയിൽ സൂക്ഷിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഫ്രാൻസിസ് മാർത്തോമ ദൈവസഭയിലേക്ക് ചേർക്കുന്നു. ലോകം മുഴുവനും ആ കൂട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. നമുക്കും ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവസഭയിൽ സ്വർഗീയ മധ്യസ്ഥ അണിക്കുവാൻ അപ്രകാരന്റെയും സഹാബിന്റെയും യാക്കോബിന്റെ വഴിയും സ്വർഗീയ മധ്യസ്ഥതയിലൂടെ ആവോള ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പിതാവിന്റെ ആത്മാവിനെ ദൈവം കൊടുക്കുന്നതോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ശുചിയോട് ശുദ്ധിയ സ്പർശിച്ചുള്ള പാദങ്ങൾ ധ്യാനദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം. ആ പിതാവിന്റെ ദേഹവിയോഗത്തിൽ നമ്മുടെ സെന്റ് ജോസഫ് കോളേജിന്റെ അനുശോചനം പ്രാർത്ഥനാപൂർവ്വം നമുക്ക് നേടാം. അടുത്തതായി സ്വാഗതം നൽകുന്ന പുണ്യവിളിയെ വെച്ചുപറ്റി മുമ്പോട്ട് കടന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിച്ചിരുന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും ഞാൻ സ്വാഗതം അരുളുകയാണ്. പലർക്കും പലവിധ പ്രസംഗം മൂലം ഇവിടെ വരുവാൻ സാധിച്ചിട്ടില്ല. അവർക്കും സ്വാഗതം നൽകുന്നു. അധ്യക്ഷ പദവിയിലിരിക്കുന്ന മാർ അപ്രയം പള്ളി വികാരിയും സെന്റ് ജോസഫ് ഫോറം മാർ അപ്രയം യൂണിറ്റിൻ്റെ എല്ലാമെല്ലാമായ ഇ.ടി. തോമസ് അച്ഛൻ, മലങ്കര സഭയുടെ കോട്ടയം ഭദ്രാസന സെക്രട്ടറിയായ എം സക്കറിയ കൂടത്തിലച്ഛൻ, സെന്റ് ജോസഫ് ഫോറം കോട്ടയം വൈസ് പ്രസിഡന്റ് റവറന്റ് ഫാദർ ലിബിൻ തോമസ്, പുതുപ്പള്ളി ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് നിബു ഇട്ടി അച്ഛൻ, ഇരവിചിറ സെന്റ് മേരീസ് കാത്തലിക് ചർച്ച് വികാരി ഫാദർ ജെയിംസ്, തോട്ടക്കാട് സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ ജോൺ പരുവപ്പറമ്പിൽ, അഞ്ചേരി ക്രിസ്റ്റോസ് മാർത്തുമ ചർച്ച് വികാരി ഫാദർ എബ്രഹാം പുളിന്തിട്ടയിൽ, പുതുപ്പള്ളി ഗ്രൂപ്പ് ഓർഗനൈസർ ശ്രീ ഡി എ പോത്തൻ, അഞ്ചേരി സെന്റ് മേരീസ് മലങ്കര കാത്തലിക് ചർച്ച് വികാർ ഫാദർ മാത്യു വെട്ടിയിൽ, തോട്ടക്കാട് സെന്റ് ലൂക്ക് CSI ചർച്ച് വികാർ ഫാദർ മാത്യു വി പോൾ, ഫാദർ സന്തോഷ് ഫിലിപ്പ് വികാർ ഓഫ് തോട്ടക്കാട് താബോർ മാർത്തമ ചർച്ച്, തോട്ടക്കാട് സെന്റ് മേരീസ് ബേദൽഹേം ഓർത്തഡോക്സ് ചർച്ച് വികാരി റവറന്റ് ഫാദർ കുര്യൻ പോറപ്പിസ്കോപ്പ, പരിയാരം സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ച് വികാരി റവറന്റ് ഫാദർ അലക്സി മാത്യു, നമ്മുടെ പള്ളിയുടെ സഹവികാരിയും നമ്മുടെ സംഘടനയോട് ചുക്കാൻ പിടിക്കുന്ന മാത്യു വർഗീസ് അച്ഛൻ, മീനടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി അനി കുര്യാക്കോസ് അച്ഛൻ, നമ്മുടെ ഇടവാംഗങ്ങളായ ജോബിനച്ഛൻ, ജോൺ അച്ഛൻ, എബി അച്ഛൻ, തോട്ടക്കാട് രാജമറ്റം സെന്റ് സേക്രഡ് ഹാർട്ട് കാത്തലിക് ചർച്ച് വികാർ ഫാദർ ബെന്നി കുഴിയടയിൽ, നമ്മുടെ പള്ളിയുടെ ട്രസ്റ്റി, സെക്രട്ടറി, ആധ്യാത്മിക സംഘടനകളുടെ ഭാരവാഹികൾ, നമ്മുടെ അച്ഛന്മാരുടെ കൊച്ചമ്മമാർ, പ്രധാന ശുശ്രൂഷകൻ മിസ്റ്റർ കുര്യാക്കോസ്, ഈ നാടിൻ്റെ ഹൃദയസ്പന്ദനമായി പ്രവർത്തിക്കുന്ന നിർമ്മൽ റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സന്തോഷപൂർവ്വം സ്നേഹമായി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് വിഷുപ്രസംഗമാണ്. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് നമ്മളെല്ലാവരും നമ്മുടെ ദേവാലയത്തിൻ്റെ ഉള്ളിലായിരിക്കുന്നത്. പരിശുദ്ധ സഭയുടെ ഒരു പ്രസ്ഥാനമായി പുതുതായി തുടങ്ങിയതാണ് സെന്റ് ജോസഫ് ഫോറം. 60 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ വാർദ്ധക്യകാലം അല്ലെങ്കിൽ അവരുടെ ആ പ്രായത്തിൻ്റെ അനുഭവങ്ങൾ ദേവാലയവുമായി ചേർന്ന് അല്പസമയം ചെലവഴിക്കുവാനും സന്തോഷപ്രദമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള നല്ല അവസരങ്ങളാണ് പിതാക്കന്മാർ ഈ ഒരു സംഘടനയിലൂടെ രൂപം നൽകിയിരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ഉൾക്കൊള്ളുന്ന ഒരു ദേവാലയത്തിൻ്റെ സെന്റ് ജോസഫ് ഫോറം, നമ്മുടെ സ്നേഹതീരം, ലവ് ഷോർ എന്ന സ്നേഹതീരം വളരെ ഭംഗിയായി അതിൻ്റെ പ്രാരംഭം മുതൽ ഈ നിമിഷം വരെയും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഭംഗിയായി കൊണ്ടുപോകുവാനൊക്കെ ദൈവം നമ്മളെ ഇടയാക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രാരംഭം പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആരംഭിച്ചു. വളരെ അർത്ഥപൂർണമായ ദിനങ്ങളിലൂടെയുള്ള ഒരു യാത്ര നമുക്ക് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിച്ചു. പ്രായത്തിൻ്റെയും രോഗത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് രോഗമില്ലായ്മയുടെയും പ്രായത്തിൻ്റെ ആ വേദനയുടെയും പ്രയാസത്തിൻ്റെ അനുഭവങ്ങളൊന്നുമില്ലാതെ 2 മണിക്കൂർ സമയം മാസത്തിലെ 2 ചൊവ്വാഴ്ച ദിനങ്ങളിൽ ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളെല്ലാവരും ഒരു സംഗമിച്ചുകൊണ്ട് അർത്ഥപൂർണമായ ക്ലാസ്സുകളും പാട്ടുകളും നർമ്മങ്ങളും ബൈബിൾ സംബന്ധമായ ചോദ്യോത്തരങ്ങളും നർമ്മപ്രധാനമായ കാര്യങ്ങളുമെല്ലാം ചേർന്ന് സ്വയം പരിചയപ്പെടുത്തുവാനും നമ്മളായിരിക്കുന്ന നിങ്ങളുടെ ജോലി സാഹചര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ കുടുംബ സാഹചര്യങ്ങളെപ്പറ്റിയൊക്കെ മനസ്സ് തുറന്ന് ഉള്ളു തുറന്ന് സംസാരിക്കുവാനുള്ള വേദിയായി നമ്മുടെ പ്രസ്ഥാനം വളർന്നു എന്നുള്ളത് അത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നിമിഷങ്ങളിലൂടെ സെന്റ് ജോസഫ് ഫോറം സ്നേഹതീരം മുൻപോട്ട് പോകുമ്പോൾ വലിയ നോമ്പൊക്കെ കഴിഞ്ഞ് കാനാവിലെ കല്യാണ വിരുന്നിൻ്റെ ഒരു നല്ല മുഹൂർത്തം വീണ്ടും നമ്മുടെ ഈ ഒരു സെന്റ് ജോസഫ് ഫോറത്തിലൂടെ നമ്മൾ വീണ്ടും ആ ഒരു നല്ല നിമിഷത്തിലേക്ക് നമ്മളെല്ലാവരും കൂടി വന്നിരിക്കുകയാണ്. പഴയകാല വിവാഹ വിരുന്നിൻ്റെ അനുഭവങ്ങൾ നമ്മൾ ഈ നിമിഷം പങ്കുവയ്ക്കുന്നുണ്ട്. ദമ്പതിമാരായി നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു കാലത്ത് ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധിയിലേക്ക് വിവാഹത്തിന് വേണ്ടി നടന്നു കയറി വന്നവർ ആ വിവാഹ കൂദാശയുടെ അനുഭവങ്ങൾ വീണ്ടും അവരുടെ ഹൃദയങ്ങളിൽ ഓർക്കത്തക്ക രീതിയിലുള്ള ഒരു ക്രമീകരണം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. പഴയകാല വിവാഹ സദ്യ നമ്മളെല്ലാവരും ഇന്ന് പങ്കുവയ്ക്കുവാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ പുറകിൽ നല്ല പ്രയത്നവും കഠിനാധ്വാനവും ഉണ്ട് എന്നത് യാതൊരു സംശയമില്ല. കാരണം ഞങ്ങൾ വൈദികര് ഇത് മുന്നിൽ നിന്ന് നയിക്കുക മാത്രമേ ഉള്ളൂ. ഇതിന് പിന്നിൽ നിന്നുകൊണ്ട്, പിന്നിൽ എന്ന് പറഞ്ഞാൽ അവർ മുന്നിൽ തന്നെയാണ്, ഇതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ള നല്ല ഐഡിയകൾ മനസ്സിലുള്ള നല്ല ഒരു നേതൃത്വമാണ് നമ്മുടെ ദേവാലയത്തിന് സെന്റ് ജോസഫ് ഫോറത്തിന് ലഭിച്ചിരിക്കുന്നത്. ഒരു വ്യക്തി മാത്രമല്ല, പല വ്യക്തികൾ ചേർന്ന് അവരുടെ മനസ്സിൽ രൂപപ്പെടുന്ന നല്ല നല്ല ക്രിയാത്മകമായ ചിന്തകൾ ഇങ്ങനെയുള്ള നല്ല നിമിഷങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുവാൻ തക്കവണ്ണമുള്ള നല്ല വേദികളായി മാറ്റപ്പെടുമ്പോൾ അത് ദൈവത്തിൻ്റെ കൃപയല്ലാതെ എന്താണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു.
ഇവിടെ ഓരോ ചൊവ്വാഴ്ചകളിലും കടന്നു വരുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുഖത്തെ ചിരിയും സന്തോഷവും അടുത്തറിയുവാനാണ് ഞങ്ങൾക്ക് രണ്ട് വൈദികർക്കും സാധ്യമായിട്ടുണ്ട്. ആ ഒരു ചിരിയും ആ ചുറുചുറുക്കും പ്രായത്തിന്റെ ബലഹീനതകൾ, രോഗത്തിന്റെ ബലഹീനതകളൊക്കെ എല്ലാവരിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഈ പ്രായത്തിൻ്റെതായ അനുഭവങ്ങളിലുള്ള പോരായ്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പക്ഷെ ഇവിടെ വന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ മനസ്സിലെ സന്തോഷം, അവരുടെ മനസ്സിലെ സമാധാനം, അവരുടെ മുഖത്തുനിന്ന് വരുന്ന നല്ല ചിരി, അത് ഞങ്ങൾക്കും ഒരു വലിയ ഊർജമായി മാറിയത് ഓർക്കുകയാണ്. അത്ര ഭംഗിയായി ഇതിന്റെ പ്രാരംഭം മുതൽ ഇന്നത്തെ ഈ വലിയ ഒരു കൂട്ടായ്മ, അത് വളരെ ഒരു ദൈവകൃപയുടെ ഒരു പൂർത്തീകരണമായി മാത്രമേ നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അത്രമാത്രം ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ഈ ഒരു സംഘടനയ്ക്ക് ദൈവം നൽകുമ്പോൾ പരിശുദ്ധ സഭയുടെ സുന്നകദോസ് ഇങ്ങനെ പ്രത്യേകിച്ച് 40 വയസ്സ് മുതലുള്ളവർക്ക് സെന്റ് ഐരിഷസ് ഫോറവും 60 വയസ്സിന് മുകളിലുള്ളവർക്ക് സെന്റ് ജോസഫ് ഫോറവും ഒക്കെ അത് ഫോം ചെയ്യുമ്പോൾ അതിന്റെ പ്രാരംഭം എല്ലാ ദേവാലയങ്ങളിലും അത് ഭംഗിയായി നടത്തപ്പെടുന്നു. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ പോത്തച്ചാനുണ്ട് പകൽ വീട്. ഞാനും മാത്യു റീസെറ്റിനും അവിടെ വികാരിയായിരിക്കുന്ന സമയത്താണ് പുതുപ്പള്ളി പള്ളിയിൽ പകൽ വീട് തുടങ്ങിയത്. അതിന്റെ അന്നു മുതലുള്ള മുഖ്യ ചുമതലക്കാരൻ പ്രിയപ്പെട്ട പോത്തച്ചാനാണ്. അവിടെ വളരെ ഭംഗിയായി ആ പ്രോഗ്രാം അവിടെ നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. പ്രായമുള്ളവരുടെ കളിയും ചിരിയും തമാശകളും സന്തോഷങ്ങളും ഒക്കെ ആ നിമിഷങ്ങളിലൂടെ കാണുവാനായിട്ട് സാധിച്ചു. ഇവിടെയും അങ്ങനെ ഒരു പ്രോഗ്രാം സെന്റ് ജോസഫ് ഫോറത്തിലൂടെ നല്ല ഒരു സ്നേഹതീരം നമ്മൾ ഇവിടെ ഫോം ചെയ്ത് അതിന്റെ ഒരു വലിയ കൂട്ടായ്മയിലേക്ക് നമ്മൾ ആയിത്തീരുമ്പോൾ ദൈവത്തിന്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 12 ഗോത്രങ്ങളായി തിരിച്ചാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തപ്പെടുന്നത്. ആ 12 ഗോത്രങ്ങൾ അതിലുള്ള ആളുകൾ ഓരോ ചൊവ്വാഴ്ചയും പ്രോഗ്രാമുകൾ നടത്തും. അത് ഓരോ ആഴ്ചയിലും മാസത്തിൽ 2 ചൊവ്വാഴ്ചകളിൽ പ്രോഗ്രാം നടത്തുമ്പോൾ ഒന്നാമത്തെ ഗോത്രം തൊട്ട് അവസാനത്തെ ഗോത്രം വരെ നമ്മൾ തിരിച്ചിരിക്കുകയാണ്. അതിനകത്ത് ഒരു 10-15 പേരടങ്ങുന്ന ഒരു ടീമായിരിക്കും ഒരു ഗോത്രത്തിലുള്ളത്. അപ്പോൾ അവരെല്ലാവരും ചേർന്നാണ് അന്നത്തെ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത്. അത് വളരെ ഭംഗിയായി നമുക്ക് നടത്തുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കിങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ നമ്മുടെ സമൂഹത്തെ പറ്റി ഒന്ന് കൂടുതൽ ആഴമായി ചിന്തിക്കുവാനും സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെ പോരാട്ടം നടത്തുവാനും ഒക്കെയുള്ള ആഹ്വാനവും നമ്മുടെ മുമ്പാകെ ലഭിക്കുന്നു. നമുക്കറിയാം, പ്രത്യേകിച്ച് ലഹരിയും മദ്യവും മയക്കുമരുന്നുകളൊക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കുറച്ചും കൂടെയും നിങ്ങളുടെ കൊച്ചുമക്കളെയൊക്കെ ശ്രദ്ധിക്കുവാനും സമൂഹത്തെ ശ്രദ്ധിക്കുവാനും ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ നല്ല സന്ദേശങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുക്കുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ചില നമ്മുടെ കഴിഞ്ഞകാല പ്രോഗ്രാമിൽ നമ്മളതൊക്കെ നമ്മുടെ പ്രസംഗത്തിലൂടെയും നല്ല രീതിയിലുള്ള സ്കിറ്റിലൂടെയും അല്ലെങ്കിൽ നല്ല എഴുത്തുകളിലൂടെയൊക്കെ അത് നമ്മൾ സമൂഹത്തിന് നമ്മൾ പകർന്നു കൊടുത്തു എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ നല്ല വിരുന്നിനെ മനോഹരമാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യമാണ്. പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ ഇരുവേദന സെന്റ് മേരീസ് പള്ളി കത്തോലിക്ക പള്ളിയിലെ വികാരിയാണ്. നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. കുറുമ്പനാടൻ സ്വദേശിയാണ് പ്രിയപ്പെട്ട അച്ഛൻ. വളരെയധികം സ്നേഹവും കരുതലും ഒക്കെയുള്ള ഒരു വന്യ വൈദികനാണ്. അച്ഛന്റെ സാന്നിധ്യം നമ്മളെ അനുഗ്രഹപ്രദമാക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അലക്സി മാത്യു അച്ഛൻ പരിയാരം സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ വികാരിയാണ്. നമ്മുടെ ഏതാവശ്യം പ്രിയപ്പെട്ട അച്ഛനോട് പറഞ്ഞാലും അച്ഛൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അച്ഛന്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛനെയും വളരെ സന്തോഷത്തോടുകൂടെ ഇതിലേക്ക് സ്വാഗതം ചെയ്തതാണെങ്കിലും ഇവിടുത്തെ വികാരി എന്ന നിലയിൽ പ്രിയപ്പെട്ട അച്ഛനെയും പ്രത്യേകമായി ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സെന്റ് ജോസഫ് ഫോറത്തിന്റെ കോട്ടയം മദ്രാസന വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ലിബിൻ പീലിപ്പോസ് അച്ഛൻ, വളരെ അധികം സന്തോഷം പ്രിയപ്പെട്ട അച്ഛനോടെ. വളരെ തിരക്കുകൾ അച്ഛനുണ്ട്. കുഴിമറ്റം സെന്റ് ജോർജ് ദേവാലയത്തിന്റെ വികാരിയാണ്. പാമ്പാടി സ്വദേശിയാണ്. പാമ്പാടി ദേറായുടെ തൊട്ടടുത്താണ് പ്രിയപ്പെട്ട അച്ഛന്റെ ഭവനം. നമുക്കറിയാം, പാമ്പാടി സെന്റ് ജോൺസ് കത്തീഡ്രൽ
ഇടഭാഗമാണ് പ്രിയപ്പെട്ട ലിവിൻ പീലിപ്പോസ് അച്ഛൻ. അച്ഛൻ ഈ പ്രസ്ഥാനത്തെ വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നു. അച്ഛനെയും സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ സെന്റ് ജോസഫ് ഫോറത്തിന്റെ പുതുപ്പള്ളി ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് നിബു കിട്ടി അച്ഛൻ. പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പൊ വെള്ളുക്കോട്ട സെന്റ് തോമസ് പള്ളിയുടെ വികാരിയാണ്. കൊല്ലാട് സെന്റ് പോൾസ് ദേവാലയമാണ് പ്രിയപ്പെട്ട അച്ഛന്റെ മാതൃ ദേവാലയം. അച്ഛനും പുതുപ്പള്ളി ഗ്രൂപ്പിനെ വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നു. അച്ഛനെ സന്തോഷത്തോടുകൂടെ നമ്മുടെ ഈ യോഗത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രിയപ്പെട്ട മാത്യു വി പോൾ അച്ഛൻ സെന്റ് ലൂസ് CSI പള്ളിയുടെ വികാരി അച്ഛൻ. അച്ഛന്റെ സാന്നിധ്യം, അച്ഛന്റെ കൊച്ചമ്മയും നമ്മോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ട അച്ഛനെയും കൊച്ചമ്മയും വളരെ സന്തോഷത്തോടുകൂടെ നമ്മുടെ ഈ മനോഹരമായ ഈ നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ ഇടവകയിലെ പ്രിയപ്പെട്ട നമ്മുടെ ജോണച്ചൻ, പ്ലാപ്പറമ്പിൽ ജോണച്ചന്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട്. ഈ ദേവാലയത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ ആത്മീയമായും ഭൗതികമായും ഞങ്ങൾ വൈദികരെ സഹായിക്കുന്ന ഒരു അച്ഛൻ. ഏതാവശ്യം പറഞ്ഞാലും നമ്മോടൊപ്പം അച്ഛന്റെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മെ അനുഗ്രഹിക്കുന്ന ഇടവകയിലെ ഏറ്റവും പ്രിയപ്പെട്ട പ്ലാപ്പറമ്പിൽ ജോണച്ചനോടും പ്രത്യേകമായ സ്വാഗതം രേഖപ്പെടുത്തട്ടെ. അതുപോലെ നമ്മുടെ ഈ പുതുപ്പള്ളി ഗ്രൂപ്പിന്റെ ഓർഗനൈസറായി പ്രവർത്തി പ്രിയപ്പെട്ട പൊത്തച്ചാൻ, എനിക്ക് വളരെ ആഴമായ ഒരു ആത്മബന്ധമാണ് പ്രിയപ്പെട്ട പൊത്തച്ചാനുമായിട്ടുള്ളത്. പുതുപ്പള്ളി പള്ളി സഹവികാരിയായിരിക്കുന്ന കാലം മുതലുള്ള അതിനു മുമ്പുള്ള പരിചയമാണ് പ്രിയപ്പെട്ട പൊത്തച്ചാനുമായിട്ട്. ഏൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ഭംഗിയായി അവിടുത്തെ ട്രസ്റ്റിയായി വളരെ കാലം സേവനം അനുഷ്ഠിച്ചു. ഇപ്പോൾ അവിടുത്തെ പകൽ വീടിന്റെ മുഖ്യ സൂത്രധാരകനായി അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്ന ഒരു പിതാവെന്ന നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ പുതുപ്പള്ളി ഗ്രൂപ്പിന്റെ ഒരു വലിയ ചുമതലയും പ്രിയപ്പെട്ട തിരുമേനി പ്രിയപ്പെട്ട പോത്തച്ചായനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട പോത്തച്ചായന്റെ സാന്നിധ്യത്തിന് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്ന തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിനെ അനുഗ്രഹപ്രദമാക്കുന്ന പ്രിയപ്പെട്ട പോത്തച്ചായനെയും വളരെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഇടവകയുടെ പ്രിയപ്പെട്ട സഹവികാരി, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാത്യു വർഗീസ് അച്ഛനും ഞാനും നമ്മളെല്ലാവരും ചേർന്നാണല്ലോ ഈ പ്രസ്ഥാനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അച്ഛന്റെ കൊച്ചമ്മയുണ്ട്. കൊച്ചമ്മയുടെ സാന്നിധ്യത്തിലും നമ്മുടെ എല്ലാവരുടെയും സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. പ്രിയപ്പെട്ട ഓൽസി അച്ഛനെയും ഇത് വളരെ സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ നമ്മുടെ ഈ യോഗത്തിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ ഈ പ്രോഗ്രാം വിജയപ്രദമാക്കി തീർക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യമാണ്, നിങ്ങളുടെ നേതൃത്വമാണ്. പ്രത്യേകിച്ച് ജിബോയ് ചായൻ, അതുപോലെ നമ്മുടെ ജേക്കബ് തലകൻ, അതുപോലെ ജോർജ് ചായൻ, ബാബു ചായൻ, ഒരുപാട് പേരുകൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതിന്റെ നേതൃത്വത്തിലുള്ളവരാണ്. എങ്കിലും എല്ലാവരെയും നിങ്ങളുടെ നിറഞ്ഞ സന്തോഷത്തിനും നിങ്ങളുടെ സാന്നിധ്യത്തിനും നേതൃത്വത്തിനും വളരെയധികം സന്തോഷമുണ്ട്. ഈ പ്രസ്ഥാനം വളരെ ഭംഗിയായി മുൻപോട്ട് നമുക്ക് കൊണ്ടുപോകണം. വളരെ നല്ല കാര്യങ്ങൾ, ഫലപ്രദമായ കാര്യങ്ങൾ, പ്രയോജനകരമായ കാര്യങ്ങൾ നമ്മുടെ ഇടവകയ്ക്കും സമൂഹത്തിനും ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിക്കണം. നമുക്കറിയാം സെന്റ് ഡയനീഷ്യസ് ഫോറം നീന്തൽ പരിശീലന ക്യാമ്പ് അത് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ തന്നെ സഭയിലെ അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിലെ പ്രസ്ഥാനമാണ്. അവര് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച മെഡിക്കൽ ക്യാമ്പ് ഈ ദേവാലയത്തിൽ വെച്ച് നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ദേവാലയം കൂടുതൽ ആത്മീകമായും ഭൗതികമായും സാമൂഹികപരമായും നല്ല സേവനങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരെയും എടുത്ത് വിനിയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ഇതിന് നേതൃത്വം നൽകുന്നവർക്കും ഹൃദയംഗമായ നന്ദി പ്രാർത്ഥനാപൂർവ്വം നേർന്നുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. വളരെ കുറച്ച് നാളുകൾ കൊണ്ട് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള പ്രസ്ഥാനം ഈ ഇടവകയിൽ രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് ഏറ്റവും ഉത്സാഹം കാണിച്ച് പ്രയത്നിച്ച് നമ്മുടെ കൂടെ നിന്നയാളാണ് നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ, സഹവികാരി. ഒരൊറ്റ മീറ്റിങ്ങുകൾ പോലും അച്ഛന്മാരെ ഇവിടെ മുടക്കാറില്ല. എല്ലാ മാസത്തിലെയും 2 ആഴ്ചകളിലെ മീറ്റിംഗ്, 2 ചൊവ്വാഴ്ചകളിലെ മീറ്റിങ്ങുകൾ ഏറ്റവും ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്ന അച്ഛന്മാരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള വിശദീകരണം അച്ഛൻ തന്നെ അധ്യക്ഷ പ്രസിഡന്റ് ഇപ്പോൾ തന്നു. വളരെ നന്ദി. ഇനി അടുത്തതായിട്ട്
പ്രസ്ഥാനത്തിന്റെ റിപ്പോർട്ട് വായനയ്ക്കായിട്ട് ശ്രീ ജോർജ് തോമസ് ഇടപെട്ടിനെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ ദേവാലയത്തിൽ രൂപീകൃതമായ സെന്റ് ജോസഫ്സ് ഫോർത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തെപ്പറ്റിയുള്ള ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് ഉയർത്തിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നമ്മുടെ സഭയിൽ 40 വയസ്സിന് മേൽ പ്രായമുള്ളവർക്കായി ഒരു സംഘടനയും ഉണ്ടായിരുന്നില്ല. അടുത്ത കാലത്ത് സുന്നതദോസ് തീരുമാനപ്രകാരം മാർ ഡേനീഷ്യസ് ഫോറം എന്ന പേരിൽ 40-നും 60-നും ഇടയിലുള്ളവർക്കും സെന്റ് ജോസഫ്സ് ഫോറം എന്ന പേരിൽ 60-ന് മുകളിലുള്ളവർക്കുമായി 2 സംഘടനകൾ ഉണ്ടായി. സെന്റ് ജോസഫ് ഫോറം എന്ന പ്രായമുള്ളവർക്കായി രൂപീകരിച്ച സംഘടന നമ്മുടെ ഇടവക ഏറ്റവും ഭംഗിയായി തുടങ്ങി പരിപാലിക്കുന്നു. ഇതിന്റെ പ്രവർത്തകർ ഉത്സാഹപൂർവ്വം പ്രയത്നിച്ചതിന്റെ ഫലമായി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഇത് വളർന്ന് പന്തലിച്ചു. ഇനി ഇത് പൂക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യും. ആദ്യ മീറ്റിംഗ് 2024 സെപ്റ്റംബർ 16 തിങ്കളാഴ്ച സ്നേഹതീര സംഗമം എന്ന പേരിൽ ആരംഭിച്ചു. അന്ന് 25 പേർ സംബന്ധിച്ച മീറ്റിംഗിൽ ഇന്ന് അംഗസംഖ്യ 100ഓളമായി ഉയർന്നിട്ടുണ്ട്. പ്രാർത്ഥന, വേദപഠനം എന്നിവയോടൊപ്പം വിനോദ പരിപാടികളും നാം നടത്തുന്നു. ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ, ജീവിതത്തിൽ പറ്റിയ രസകരമായ അമളികൾ എന്നിവ പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും കൗതുകകരവും വിജ്ഞാനപ്രദവുമാണ്. സംഘടനയുടെ സുഗമമായ നടത്തിപ്പിനായി അംഗങ്ങളെ 12 ഗോത്രങ്ങളായി തിരിച്ച് അവയ്ക്ക് ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 പേരുകൾ നൽകി. ഊഴമനുസരിച്ച് ഓരോ ഗോത്രവും ഓരോ മീറ്റിംഗ് നിയന്ത്രിക്കുന്നു. അംഗങ്ങൾക്ക് പ്രയോജനകരമായ ക്ലാസുകൾ വിദഗ്ധരായ ആളുകൾ ഇടയ്ക്കിടെ നടത്തുന്നു. ശ്രീ അച്ഛൻ കെ മാത്യു സാർ പതിവായി യോഗ ക്ലാസുകൾ നടത്തുന്നത് വലിയ പ്രയോജനം ചെയ്യുന്നു. എല്ലാ മീറ്റിങ്ങുകളിലും ബൈബിൾ ക്വിസുകൾ, ബൈബിളിനെ ആസ്പദമാക്കിയുള്ള കുസൃതി ചോദ്യങ്ങൾ, പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, മറ്റു കുസൃതി ചോദ്യങ്ങൾ, പദ്യപാരായണം, അഭിമുഖങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി മീറ്റിങ്ങുകൾ വളരെ രസകരവും അതേസമയം വിജ്ഞാനപ്രദവും സന്തോഷകരവുമാക്കുവാൻ അംഗങ്ങൾ ശ്രദ്ധിക്കുന്നു. നമ്മുടെ പള്ളിയിൽ നടത്തിവരുന്ന ക്രിസ്മസ് പ്രോഗ്രാമിൽ ഭാഗമാക്കുവാൻ നമ്മുടെ പ്രസ്ഥാനത്തിൽ സാധിച്ചു. എല്ലാവരും ചേർന്ന് അവതരിപ്പിച്ച കൊയർ സോങ് അഭിനന്ദന അർഹമായി. ഇതുവരെയായി 15 മീറ്റിംഗുകൾ വിജയകരമായി നടത്തി. ഇതിന്റെ വിജയത്തിന് പിന്നിൽ നമ്മുടെ വികാരി ഇട്ടി തോമസ് അച്ഛനും സഹവികാരി മോൻസി അച്ഛനും എല്ലാ പിന്തുണയും മാർഗനിർദ്ദേശവും നൽകുന്നു. പള്ളി ഭരണസമിതിയും ഷോപ്പിംഗ് ചേലമറ്റവും കെയർടേക്കർ ദീപുവും നല്ല സഹകരണം നൽകുന്നു. ഇതിന്റെ വിജയത്തിനായി ശ്രീ ജിബോയ് ചക്കഞ്ചിറ, ശ്രീ വർഗീസ് ജോൺ കേരളാവിൽ, ശ്രീ ജേക്കബ് തെലകൻ പുത്തൻപറമ്പിൽ, ശ്രീ യു എബ്രഹാം ആലുമുട്ടിൽ, ശ്രീ ചാക്കോ മത്തായി നീലംപടത്ത് എന്നിവർ മറ്റുള്ളവരോടൊപ്പം അക്ഷീണം അധ്വാനിക്കുകയും നേതൃത്വ പാടവത്തോടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നു എന്നുള്ളത് പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep എന്ന റോബർട്ട് ഫ്രോസ്റ്റിന്റെ കവിത നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു തന്റെ മേശപ്പുറത്ത് ഒട്ടിച്ചു വെച്ചിരുന്നു. അതാണ് ഇവിടെ പറയുവാനുള്ളത്. യെസ്, നമുക്ക് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. മതിലുകൾ പണിയുകയല്ല, മറിച്ച് പാലങ്ങൾ പണിയുകയും വാതിലുകൾ തുറന്നിടുകയുമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന ഇന്നലെ കാലം ചെയ്ത അഭിമന്യ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ നമുക്ക് ഉത്തേജനം പകരട്ടെ. അതിനെ സർവശക്തൻ തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അടുത്തത് ആശംസാ പ്രസംഗങ്ങളുടെ സമയമാണ്. ഇതിനായിട്ട് ഏറ്റവും ആദ്യം സെന്റ് ജോസഫ് ഫോറത്തിന്റെ കോട്ടയം പ്രതികാസ വൈസ് പ്രസിഡന്റ് റവറൻഡ് ഫാദർ ലിബിൻ തോമസിനെ ക്ഷണിച്ചു. Sorry, correction name Libin Philip. തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒന്നിലായിരിക്കുന്ന ആചാര്യ ശ്രേഷ്ഠന്മാർ, സെന്റ് ജോസഫിന്റെ ചുമതലക്കാർ, കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ മുമ്പിലിരിക്കുന്ന സെന്റ് ജോസഫിലെ പ്രായമുള്ള എന്നാൽ മനസ്സുകൊണ്ട് പ്രായം ആകാത്ത പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. തീർച്ചയായിട്ടും ആമുഖമായി ഇങ്ങനെ അഭിസംബോധന ചെയ്തത് പ്രായം കൊണ്ട് മൂത്തവരാണെങ്കിലും മനസ്സുകൊണ്ട് ചുറുചുറുക്കോടെ
പ്രവർത്തിക്കുന്നവരായി ഇവിടെ മുമ്പേ വികാരി അച്ഛൻ അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോഴും റിപ്പോർട്ട് വായിച്ചപ്പോൾ ശ്രദ്ധിച്ചപ്പോഴൊക്കെ മനസ്സിലാക്കുവാനൊക്കെ ഇടയായി തീർന്നു. അതുകൊണ്ട് ആ വാക്ക്, ആ അഭിസംബോധന അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മനസ്സുകൊണ്ട് ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്നവർ. പല പള്ളിയിലും ഈ സെന്റ് ജോസഫ് യൂണിറ്റിന്റെ പ്രവർത്തനവുമായി കടന്നുപോയപ്പോൾ പല കാര്യങ്ങളും കാണുവാനും അറിയുവാനൊക്കെ സാധിക്കുമെന്നൊക്കെ ഇടയായി തീർന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ 12 ഗോത്രങ്ങളായി തിരിച്ചുകൊണ്ട് അതിലുപരിയായി വലിയ നോയതിനു ശേഷം ഒരു വിരുന്ന് സർക്കാർ ഈ ഇടവകയിൽ ഭംഗിയായിട്ട് നിർവഹിക്കാനൊക്കെ ഇടയായി തീരുകയാണ്. അതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വിരുന്നിന് എല്ലാവിധമായ ആശംസകൾ നേരുകയാണ്. കോട്ടയം ഭദ്രാസനത്തിന്റെ ഒരു എളിയ ചുമതലക്കാരൻ എന്ന നിലയിൽ ഈ വിരുന്നിന് പ്രത്യേകിച്ച് ഈ ഇടവകയിലെ സെന്റ് ജോസഫ് എൽഡേഴ്സ് ഫോറത്തിന്റെ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ആശംസകൾ നേരുന്നു. ഒരു വാക്ക് അതിനോട് കൂടി ചേർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വികാരിയേഷൻ ഓർപ്പിക്കുകയുണ്ടായി. പരിശുദ്ധ സഭയിൽ നമുക്ക് വേണ്ടി 2 ആത്മീയ പ്രസ്ഥാനങ്ങൾ പുതുതായിട്ട് തുടങ്ങിയുണ്ട്. 40 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് സെന്റ് ഡൈനീഷ്യസ് ഫോറവും 60 വയസ്സിന് മേലെയുള്ളവർക്ക് സെന്റ് ജോസഫ് ഫോറവും തുടങ്ങി വന്നപ്പോഴുള്ള ഇടയായി തീർന്നു. അത് ദൈവത്തെ സൂചിപ്പിക്കുകയാണ്. കാരണം ഈ സെന്റ് ജോസഫ് ഫോറം തുടങ്ങിയിട്ട് ഏകദേശം 5-6 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഏറ്റവും ഭംഗിയായി ഈ 5-6 മാസം കൊണ്ട് ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ പ്രസ്ഥാനമായി ഓരോ ഇടവകയിലും പ്രവർത്തിക്കുന്നത് കാണുവാനൊക്കെ ഇടയാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രാർത്ഥന, കൂട്ടായ്മ, മാർഗനിർദ്ദേശം എന്നിവയാണ്. 3 ലക്ഷ്യങ്ങളാണ് നമുക്കുള്ളത്. പ്രാർത്ഥന, കൂട്ടായ്മ, മാർഗനിർദ്ദേശം. ഇത് പാലിച്ചുകൊണ്ടാണ് ഓരോ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നത്. ഇവിടെയും നിങ്ങൾ ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാനൊക്കെ ഉള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുക. യഥാർത്ഥത്തിൽ ഈ പ്രായമുള്ളവരെ വിളിക്കുന്ന എന്താണ്? ഹാർദിക സംസ്കാരപ്രകാരം മുത്തച്ഛൻ അല്ലെങ്കിൽ മുത്തച്ഛി എന്നൊക്കെയാണ് വിളിക്കുന്നല്ലേ. എന്തുകൊണ്ടാണ് പ്രായം ചെന്നവരല്ലേ മുത്തച്ഛനും മുത്തച്ഛിയും? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പാകം വന്നവരാണ് ആര്? മുത്തച്ഛനും മുത്തച്ഛിയും. എന്താ ഈ പാകം വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാങ്ങ പഴുത്തു വന്നാൽ മാത്രമേ എന്താകുള്ളൂ? പാകം വരുന്നുള്ളൂ. ആ പാകം വന്നാൽ മാത്രമേ ആ മാങ്ങ എന്തുണ്ടാവുകയുള്ളൂ? മധുരം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നിങ്ങൾ മധുരമുള്ള ഈ അവസ്ഥയിലായിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കണം. എന്താണ്? പ്രാർത്ഥന. നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയാകണം. നിങ്ങളത് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് എന്താണ്? കൂട്ടായ്മ. ഈ കൂട്ടായ്മ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ പല ഇടവകയിലും, നമ്മുടെ മാത്രമല്ല പല സഭയിലെയും വിശ്വാസികൾ, പ്രത്യേകിച്ച് മക്കളും കൊച്ചുമക്കളൊക്കെ വിദേശത്താണ്, അല്ലെങ്കിൽ അവർ ജോലി സംബന്ധമായ കാര്യങ്ങൾ തിരക്കാണ്. പിന്നെ ഈ അപ്പച്ചനും അമ്മച്ചിയും എന്താണ്? ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു കൂട്ടായ്മയുടെ അന്തരീക്ഷം ലഭിക്കുകയാണ്. വളരെയധികം സന്തോഷമാണ്, അല്ലേ? ആണോ? നമ്മുടെ കാര്യങ്ങൾ പങ്കുവെക്കുവാനും മറ്റ് ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കുവാനും കേൾക്കുമ്പോൾ, ആ കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു മനസ്സിന് ഫ്രീ ആവുകയാണ്. ശരിയല്ലയോ? അപ്പോൾ ആ കൂട്ടായ്മയുടെ അനുഭവം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. മൂന്നാമതായിട്ടുള്ളതാണ് മാർഗനിർദ്ദേശം. അതും നിങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ മാർഗനിർദ്ദേശം? ഇപ്പോഴത്തെ തലമുറ നഷ്ടപ്പെട്ടുകൊണ്ട് പോകുക, അല്ലേ? ആണോ? ഇപ്പോൾ പലയിടത്തും കേൾക്കുന്നുണ്ട്, ലഹരി കടലപ്പെട്ടുകൊണ്ട് പല യുവാക്കളും യുവതികളും നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അവരെ ബോധവൽക്കരിക്കാനും തീർച്ചയായിട്ടും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്തുകൊണ്ടാണ്? പാകം വന്നവരാണ് ആര്? നമ്മൾ. ശരിയല്ലേ? സെന്റ് ജോസഫിലെ ഈ പ്രവർത്തകർ പാകം വന്നവരാണ്. അപ്പോൾ നമ്മുടെ അനുഭവ കാര്യങ്ങൾ മാർഗനിർദ്ദേശം വഴി ഈ സമൂഹത്തെ അറിയിക്കുവാനൊക്കെ ഒരു കടപ്പാടുണ്ട്. ഈ 3 കാര്യങ്ങൾ, ഈ ലക്ഷ്യങ്ങൾ
സാക്ഷാത്കരിക്കുവാനൊക്കെ വന്ന ഈ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് ഈ യൂണിറ്റിന് സഹായിക്കട്ടെ. ദൈവം അതിനുള്ള അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ഈ ഒരു വിരുന്ന് സൽക്കാരത്തിൽ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിയതിലും അതോടൊപ്പം തന്നെ ഈ വിരുന്ന് സൽക്കാരം ഭംഗിയായി ക്രമീകരിക്കുന്നതിനുള്ള എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ഗോത്രങ്ങൾ 12 ഗോത്രങ്ങളായിട്ട് തിരിച്ചു നമ്മുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും ഒരു പ്രത്യേകതയോടെയാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ള മറ്റു ലോകങ്ങളിലെ ഈ പ്രവർത്തനങ്ങൾ കാണുകയും അതൊക്കെ വിലയിരുത്തുകയും ചെയ്ത ആളുകളാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും അത് ഇതുവരെ നടത്തിയിട്ടുള്ള 6 മാസം കൊണ്ട് മാത്രമായിട്ട് ഇതുവരെ നടത്തിയിട്ടുള്ള ഇതിന്റെ മുന്നേറ്റത്തെ കുറിച്ചും തീർച്ചയായിട്ടും അച്ഛനും സംതൃപ്തരാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. വളരെ നന്ദി. അടുത്തതായിട്ട് ജെയിംസ് ബലൂൺ പൊട്ടിപ്പോയപ്പോൾ കൊച്ചു കരയുക. ബലൂണിൻ്റെ മുറിയെ കയ്യിലുണ്ട്. ബലൂൺ പോയി. തയ്ച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഈ ബലൂണിൻ്റെ കഷ്ണനി. അപ്പം വലിയപ്പൻ്റെയിലാണ് കൊടുത്താൽ വലിയപ്പൻ ബലൂൺ കഴിച്ച് ബലൂണിൻ്റെ കഷ്ണം അതിങ്ങനെ വായിലോട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വലിച്ചെടുത്തു. അങ്ങനെ അറ്റം ചുരുട്ടി എന്നിട്ട് കയ്യിലിട്ട് ഇങ്ങനെ വരച്ച് ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ. കൊച്ചു ഹാപ്പിയായി. കൊച്ചിന് സന്തോഷമായി. കൊച്ചിനെ ബലൂണിൻ്റെ വ്യത്യസ്തമായൊരു ഉപയോഗം, കുറെക്കൂടെ നവമായൊരു ശൈലിയെ കൊച്ചുകുട്ടി പഠിക്കുകയാണ്. 60ആയി 70ആയി 80ആയി ജീവിതവും തീർന്നിട്ടൊന്നുമില്ല. പിന്നെ കിടക്കുക. വ്യത്യസ്തമായ സരിശീലിച്ചാൽ മതി. പൊട്ടിപ്പോയെന്ന് വിചാരിക്കേണ്ട. നവമായ ഉപയോഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. സെന്റ് ജോസഫ് ഫോറം അങ്ങനൊരു സാധ്യതയാണ് നൽകുന്നതെന്നാണ് ഇപ്പം ഞാനിവിടെ ഇരുന്നപ്പോൾ മനസ്സിലാക്കിയത്. പുതിയതായിട്ട് ജീവിതം കൊണ്ട് കിടക്കുവാന്നേ. പുത്തൻ ശൈലികൾ, ആവിഷ്കാരങ്ങൾക്ക് സാധ്യതകൾ ധാരാളമുണ്ട്. തന്നെയല്ല, ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ച് കേട്ട സുവിശേഷ ഭാഗത്ത് കാനായിലെ കല്യാണം ഇരുന്നാണ് വായിച്ചത്. അതിനകത്ത് ആദ്യം കഴിച്ച വീഞ്ഞിനേക്കാളും മെച്ചപ്പെട്ടത് പിന്നെ കിട്ടിയെന്ന് പറഞ്ഞ് കൂടുതൽ മെച്ചമായതാ പിന്നീട് വന്നത്. വരാനിരിക്കുന്ന ജീവിതങ്ങൾ എപ്പോഴും നല്ലതായിട്ട് കാണണം, കഴിഞ്ഞതിലും മികച്ചതായിട്ട് കാണണം. അല്ലാതെ കഴിഞ്ഞു പോയതോർത്ത് കണ്ണീരൊരുക്കിയിട്ട് കാര്യം അന്ന് എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ. അത് ഈജിപ്തിലെ ചട്ടിയിലെ ഇറച്ചിയൊക്കെ കഴിച്ച ആൾക്കാർ പറഞ്ഞാണ് കടന്നു വരില്ലേ. മരുഭൂമിയിലൂടെ കടന്നു പോയപ്പോൾ ഈജിപ്ത് ഞങ്ങൾക്ക് അടിമത്തിലായിരുന്നെങ്കിലും ഇറച്ചിയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് പരിഭവിക്കുന്ന ആളുകളെ പോലെ വരുന്നത്. കാനാൻ ദേശം മുന്നിലുള്ളത് അത് നോക്കണം. അതുകൊണ്ട് 60 അവസാനമൊന്നുമല്ല. ജീവിതത്തിൻ്റെ ചില അധ്യായങ്ങൾ കഴിഞ്ഞു. അടുത്ത പുത്തൻ അധ്യായം തുടങ്ങണം. പുതിയ ചാപ്റ്ററാണ് സെന്റ് ജോസഫ് ഫോറം രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് അനുമോദനങ്ങൾ തരാൻ ആഗ്രഹിക്കുക. കൂടുതൽ മെച്ചപ്പെട്ടതാവട്ടെ ജീവിതം. സാധിക്കും നിങ്ങൾക്ക്. സത്യം പറഞ്ഞാൽ ഞാനും കുറച്ചുകൂടെ ഭേദപ്പെട്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. കൂടുതൽ മെച്ചപ്പെട്ട ഭക്ഷണം നിങ്ങൾ ഇരുന്നപ്പോൾ തെറ്റെന്ന് പറഞ്ഞായിരുന്നു. ഈ ചങ്ങനാശ്ശേരി അതിരൂപതക്കാരിലെ അച്ഛന്മാർക്ക് ഈ നിങ്ങൾ കോട്ടയം ഭദ്രാസനം എന്ന് പറയുന്നത് ഞങ്ങൾ അതിരൂപത എന്ന് പറയും. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ച അവിടെ മീറ്റിങ്ങാണ്. ഞാൻ പോകേണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൂടുതൽ മെച്ചപ്പെട്ടതെല്ലാം കഴിക്കാം എന്ന് വിചാരിച്ച് വന്നാൽ തീർച്ചയായിട്ടും കൂടുതൽ മെച്ചപ്പെട്ട അനുഭവം എനിക്കുണ്ടായി. കാരണം സഭകൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഈ ഒരു സാന്നിധ്യം കൂടെ പ്രധാനമായിട്ട് കരുതിയുകൊണ്ട് ഞാൻ അതും മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത്. കാരണം ഫ്രാൻസിസ് മാർപ്പാ പറഞ്ഞു പാലം പണിയൊന്നും സെക്രട്ടറി ചെയ്ത റിപ്പോർട്ട് വായിക്കുകയും ചെയ്തു. പാലം പണിയണം. മതിലുകളൊക്കെ ഇടിച്ചു പൊളിച്ച് പാലങ്ങൾ പണിയേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. ഇട്ടിയച്ചനോട്ടും മോൻസിനോടൊക്കെ ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാനിവിടെ ബാബു ചേട്ടൻ മരിച്ചപ്പോൾ ഞാൻ വന്നായിരുന്നു. സാലി ചേച്ചി ഞങ്ങളുടെ തൊട്ടടുത്താണ്, ഈ ഇടവക്കാരിയാണ്. അച്ഛൻ ചേട്ടൻ്റെ പോട്ടിലാണ് ഞാൻ കളിക്കുന്ന ഈ ഇടവക്കാരനാണ്. മാത്തപ്പൻ ഞങ്ങളുടെ ഒന്നിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇടവകാരനെനിക്ക് ബന്ധമുണ്ട്. ഈ ഇടവകാരുടെ ബന്ധം വർദ്ധിപ്പിക്കാൻ മനുഷ്യന്മാരൊക്കെ സഹോദരങ്ങളാണ് നയിച്ചോടി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാനും നീയും സഹോദരനാണെങ്കിലേ ഞങ്ങളുടെ പിതാവിനെ വിളിക്കാൻ പറ്റുള്ളൂ. എൻ്റെ അപ്പ എന്ന് വിളിക്കാനെന്നല്ല, ഞങ്ങളുടെ അപ്പ എന്ന് വിളിക്കാനാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ സാഹോദര്യത്തെ അവഗണിച്ചുകൊണ്ട് ബാക്കിയൊന്നും പ്രസക്തമാവുകയില്ല. അതുകൊണ്ട് സഭകൾ തമ്മിലുള്ള ഈ ഒരു വേദിയിൽ ഒരുപക്ഷെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല ഞാൻ മനസ്സിലാക്കുന്നു. അതിലെനിക്ക് ഖേദമുണ്ട്, വല്ലാത്ത ഖേദമുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ കഴിക്കാം. അവിടെ ചെന്നില്ലെങ്കിൽ അത് ശരിയാകത്തില്ല. കാരണം എനിക്ക് അവിടെ ജീവിക്കേണ്ടതാണ്, ആരോഗ്യ ശുശ്രൂഷ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൂടെ ഒന്ന് പോകും. നിങ്ങൾക്ക് എല്ലാ ആശംസകളും തരുന്നു. നിങ്ങളെ കാണാൻ പറ്റിയതിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്ന സന്തോഷം. ഇതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും കൃത്യമായ അനുമോദനങ്ങളും ആശംസകളും. വളരെ നന്ദി ജെയിംസ് അച്ഛൻ.
പ്രായം പക്വത കൂടുന്നതിനനുസരിച്ച് നമുക്ക് സമൂഹത്തിൽ കൊടുക്കാവുന്ന നല്ല കാര്യങ്ങളെ സ്പെസിഫൈ ചെയ്ത് സംസാരിച്ചാൽ അതുകൊണ്ടെന്നാണ് അറിയിക്കുന്നു. അടുത്തതായിട്ട് റെവറൻഡ് ഫാദർ മാത്യു പോൾ, തോട്ടക്കാട് സെയിന്റ് ലൂക്സ് CSI ചർച്ച്. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ടി തോമസ് അച്ഛൻ, സഹവൈദികരെ, സെന്റ് ജോസഫ് ഫോറത്തിൻ്റെ അംഗങ്ങളെ, ഞങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തോട്ടക്കാട് സെന്റ് ലൂക്ക് CSI സഭയെ പ്രതിനിധീകരിച്ചുമാണ് ഞാൻ നിൽക്കുന്നത്. ആ സഭയെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ഒന്ന് മാത്രമാണ് ഞാൻ അവിടെ വരുന്നത്. ഞാൻ പുതുപ്പള്ളിയിലാണ് താമസിക്കുന്നത്. എന്നാലും ഈ പ്രത്യേക മീറ്റിങ്ങിൽ ആ സഭയെ കൂടെ ഉൾക്കൊള്ളിച്ചതിൽ പ്രത്യേകമായി നന്ദി, സ്നേഹത്തെയും പ്രാരംഭത്തെയും അറിയിക്കുന്നു. ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുമ്പോൾ സഭയിലെ സൺഡേ സ്കൂളിന്, യുവജന പ്രസ്ഥാനത്തിന്, സേവിക സംഘത്തിന്, അതുപോലെ എല്ലാ സംഘടനകൾക്കും സഭ പ്രാധാന്യം നൽകുമ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ കിടന്ന ഒരു വിഭാഗമാണ് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ എന്നുള്ളത്. എന്നാൽ അവരെ ശ്രദ്ധിക്കുവാനായിട്ട് സുന്നകദോസിനും കോട്ടയം ഭദ്രാസത്തിനുമൊക്കെയും സാധ്യമായിട്ട് തീർന്നു. ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ നടത്തുന്നത് അഭികാമ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മെത്രാപ്പൊലീത്ത് കാതോലിക്ക ബാബായും മെത്രാപ്പൊലീത്തായുമൊക്കെയും ഇതിന് നേതൃത്വം നൽകിയത്. വാർദ്ധക്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ജീവിതത്തിൻ്റെ അവസാന ഘട്ടം എന്നൊക്കെ ചിലർ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമുക്ക് കൂടുതൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള ഊർജവും സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് നടത്തിക്കൊണ്ട് പോകുവാനായിട്ടുള്ള നിർദ്ദേശവും ഒക്കെ നൽകുവാൻ കഴിയുന്ന ഒരു സമൂഹമാണ് ഈ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നവർ എന്നുള്ള ചിന്ത ഒരിക്കലും നമ്മളവിടെ നിന്ന് വിസ്മരിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥന. അതാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് ഇതിന് നൽകുന്നതായിട്ടുള്ള ഒരു ഘടകം. ബന്ധുവസത്തെ നമുക്കറിയാം, വാർദ്ധക്യത്തിലെത്തിയ ദമ്പതികളായ ഒരു കുടുംബത്തെ ബന്ധുവസത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, സക്കരിയാവും പിന്നെ എലിസബത്ത്, സക്കരിയാവും എലിസബത്ത് അവർ വൃദ്ധ ദമ്പതികളായി. അതിനെ ചേർന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. എന്താ? അവർ ദേവാലയം വിട്ടു പിരിയാതെ ജീവിച്ചതായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് സക്കരിയാവും എലിസബത്ത്. എനിക്ക് മുമ്പേ പറഞ്ഞ പലരും ഓടുന്നെന്ന് ഓർമ്മിച്ചിട്ടുണ്ട്. 60 വയസ്സൊക്കെ കഴിയുന്നതായിട്ടുള്ള സമയത്ത് ഒരു വെച്ചെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തും. അവർ വളർന്ന ഒരു പ്രായമായി കഴിയുമ്പോഴത്തേക്ക് അവരുടെ പഠനവുമായിട്ട് പോകും. വീണ്ടും നമ്മളുടെ ഭവനങ്ങളിൽ ആകുന്നു. ഒരു പക്ഷെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭാര്യയും ഭർത്താവും തന്നെയാകുന്നതായിട്ടുള്ള സമയത്തിലപ്പോൾ ഏകാന്തതയുടെ അനുഭവങ്ങൾ കടന്നു വന്നിരിക്കും. എന്നാൽ വാർദ്ധക്യത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാരെ, രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാരെയൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അവരെല്ലാം അവരുടെ വാർദ്ധക്യത്തിലാണ്. പ്രധാനമന്ത്രിയെയും ഓരോരുത്തരുടെ പേരുകൾ എടുത്ത് ഉച്ചരിക്കുവാനായിട്ട് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഉച്ചരിക്കുവാനായിട്ട്
എനിക്ക് സാധിക്കുന്നില്ല. ഇവരെല്ലാം വാർദ്ധക്യത്തിലാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഭരിച്ചത്. വേദപുസ്തകത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് യോഹന്നാൻ പത്മോസിബിലായി. ഏത് സമയത്താണ് വെളിപാട് പുസ്തകം എഴുതിയത്? തീമോഥെയോ അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് റോമൻ കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് ലേഖനങ്ങളൊക്കെ അവിടെ നിന്ന് എഴുതി. ഇതെല്ലാം അവർ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിലേക്ക് എത്തിയതായിട്ടുള്ള സമയത്താണ് ഇതെല്ലാം നിർവഹിക്കുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ക്ഷയിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുവാനായിട്ടിടയാകരുത്. നമുക്ക് കൂടുതലായിട്ട് സഭയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി നിർവഹിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് വരണോ വേണ്ടയോ എന്നുള്ളത് തന്നെ ഞാൻ ഒരു ആശങ്കയിലാണ് നിന്നത്. പിന്നെ ഇന്നലെയും എന്നെ ക്ഷണിച്ചു. കത്തോലിക്ക സഭയിലെ പ്രിയപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഇതൊരു എക്യുമെനിക്കൽ ഫോറവുമായിട്ട് ഞാൻ കണ്ടുകൊണ്ടാണ് ഇന്ന് നിൽക്കുന്നത്. ഞാനും 60 വയസ്സ് കഴിഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞെങ്കിൽ ഇന്ന് ആഴ്ച 3 ദിവസം ഒന്നര വിട്ടുള്ള ദിവസം ഞാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വെളുപ്പിനെയും ഡയാലിസിസ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഇനിയിപ്പോൾ നാളെ വെളുപ്പിനെയും പോകണം. ഞാൻ ഓർപ്പിക്കുന്നത്, ദൈവം ആരോഗ്യം തന്നാൽ നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ മടിച്ച് മാറിപ്പോകുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ അതേറെ വിലപ്പെട്ടതാണ്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഫെലോഷിപ്പ്, അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം സഭയ്ക്കേറെ അനുഗ്രഹകരമായിട്ട് തീരട്ടെ എന്ന ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സെൻറ് ജോസഫ് ഫോറത്തിന് ഇതിന് നേതൃത്വം നൽകുന്നവർക്ക്, ഇതിനർത്ഥം ഉള്ള എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വൈദിക ശ്രേഷ്ഠർ, പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, എല്ലാവരുടെയും മനസ്സിൽ ഒരു ലഡു പൊട്ടി എന്നെനിക്ക് മനസ്സിലായി. ഞാൻ എവിടെ സെന്റ് ജോസഫ് ഫോറത്തിന്റെ മീറ്റിങ്ങിന് പോയാലും നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെ തന്നെ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലും മുഖത്തും ഉണ്ടാകുന്ന ഒരു സന്തോഷവും അത് കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, എല്ലാവരും ഉറക്കെ ഒന്ന് ചിരിക്കണം. ചിരിച്ചാട്ടാവും. ഒന്ന് ചിരിച്ചില്ല, അങ്ങനെയാണോ ചിരിക്കുന്നത്? ഉറക്കെ ചിരിച്ചാട്ടാവും. ആ ചിരി കണ്ടിട്ടേലും മറ്റുള്ളവരെ ചിരിക്കട്ടെ. ചിരിച്ചാൽ ആയുസ് കൂടുമെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. ചിരിയൊരു നല്ല മരുന്നാണ്. മനസ്സ് തുറന്ന് ചിരിക്കുവാനും മനസ്സ് തുറന്ന് കരയുവാനും നമുക്ക് സാധിക്കും. പ്രയാസം വന്നാൽ ദൈവസന്നദ്ധയിൽ മനസ്സ് തുറന്ന് കരയണം, പ്രാർത്ഥിക്കണം. സന്തോഷം വന്നാൽ മറ്റുള്ളവരോട് പങ്കിടുവാനും ചിരിക്കുവാനുമുള്ള മനസ്സ് ഉണ്ടാകണം. ബഹുമാനപ്പെട്ട അച്ഛന്മാര് പറഞ്ഞതുപോലെ പ്രായമാകുമ്പോഴത്തോറും മൂപ്പ് കൂടുന്നു. ഈ വൈൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലേ? നാളുകൾ കഴിയും തോറും വൈൻ എന്ത് ചെയ്യും? വീര്യം, ഒരിക്കലും വീര്യം അത് തന്നെയാണ്. മനസ്സിലായല്ലോ? കുടുംബത്തിലാണെങ്കിലും നിങ്ങളുടെ അത്ര വീര്യവും ശൗര്യവും ഉള്ള വേറെ ആരും കാണത്തില്ല. കാരണം പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും തരണം ചെയ്ത് എത്രത്തോളം ആയത് ഇന്നത്തെ തലമുറയ്ക്കില്ലാത്ത, ഞങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള തലമുറകൾക്ക് വളരെ കുറവായ സംഗതി എന്താണ്? പ്രതിസന്ധികളും പ്രതികൂലതകളും വരുമ്പോൾ പെട്ടെന്ന് വാടിപ്പോകും. അത് ഈ മൂപ്പ് കുറയുന്നതുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മൂക്കം തോറും അത് ശരിയായി വരുമെന്ന് വിശ്വസിക്കുക. പണ്ട് കാലത്ത് നമുക്കറിയാം, നിങ്ങളെയൊക്കെ ആണെങ്കിലും
അപ്പനും അമ്മയും ഒക്കെ 10 വെട്ടി തല്ലിയിട്ടുണ്ട്, ശരിയല്ലേ? എൻ്റെ വല്യപ്പൻ എന്നെ ഒരു കുളത്തിന് വിട്ട് തല്ലാനായിട്ട് ഓടിച്ചിട്ടുണ്ട്. കാരണം കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവമൊക്കെ അങ്ങനെയൊക്കെ തന്നെ. ഇന്നത്തെ ഒരു സമൂഹത്തിൽ കുട്ടികളെ തല്ലാൻ പോയിട്ട് ഒന്ന് തറപ്പിച്ച് നോക്കിയാൽ അവർ 3 കാര്യങ്ങൾ ചെയ്യും. ഒന്നെങ്കിൽ നാട് വിട്ടുപോകും, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, ഇല്ലെങ്കിൽ നോക്കിയാതെ വകവരുത്താൻ. നമ്മളിത് കാണുന്ന സമൂഹത്തിലും പത്രമാധ്യമങ്ങൾ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞ് ജീവിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ അപ്രകാരം ജീവിച്ച് വളർന്നു വന്ന ഒരു തലമുറയാണ്. പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്വം ആർക്കുണ്ട്? നിങ്ങൾക്കുണ്ട്. എപ്പോഴും ഈ മുതിർന്നവരെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന്, ഒരു കുടുംബത്തിന് ഒരിക്കലും നിലനിൽക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാമല്ലോ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം എങ്ങനെയായിരുന്നു ഒന്ന് ഇവിടെ ഇപ്പം ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ പേരെഴുതിയോണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് കടന്നു വന്നു. ശൗലിന്റെ കാലത്തും ദാവീദിന്റെ കാലത്തും ശലോമോന്റെ കാലത്തും ഒക്കെ ഇസ്രായേൽ എങ്ങനെയായിരുന്നു? ഒന്നിച്ച് ജീവിച്ചിരുന്ന ഒരു സമൂഹം. അതിനുശേഷം എന്താ സംഭവിച്ചത്? ശലോമോനോട് ഉപദേശം പറഞ്ഞിരുന്ന മുതിർന്നവരെയൊക്കെ അങ്ങ് ഒഴിവാക്കി. എന്നിട്ട് യുവാക്കളെയൊക്കെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇസ്രായേലിന് നാശം സംഭവിച്ചു. അങ്ങനെയാണ് ഇസ്രായേൽ 2ആയിട്ട് പിരിഞ്ഞ് യഹൂദായും ഇസ്രായേൽ എന്ന മറ്റൊരു രാജ്യവും ഉണ്ടാകുന്നത്. അപ്പൊ മുതിർന്നവരെ എവിടെ മാറ്റി നിർത്തുന്നു അവിടെ ഐക്യം നഷ്ടപ്പെട്ടു പോകും. തെറ്റായ ഉപദേശങ്ങളൊക്കെ ഒത്തിരി കടന്നു വരും. അതുകൊണ്ട് മുതിർന്നവർ, മൂപ്പത്തിയവർക്ക്, അതുകൊണ്ടാണ് മൂപ്പന്മാരും മൂപ്പത്തികളും എന്ന് പ്രായമുള്ളവരെ പറയുന്നത്. ശരിയല്ലേ? നമ്മളത്ര കുറഞ്ഞ ആൾക്കാരൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ മൂപ്പന്മാരും നിങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങളുള്ളവരാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് നിങ്ങൾക്കിടയാകണം. എങ്കിൽ മാത്രമേ ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ട് പോകുവാനും ഒരു കുടുംബത്തെ നിർത്തുവാനും ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഏത് കുടുംബത്തിലാ പ്രശ്നമില്ലാത്ത? എല്ലാ കുടുംബത്തിലും ഉണ്ട്. എൻ്റെ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒരിക്കലൊരു സ്വാമിയോട് കത്തുകൾ എഴുതി ഭക്തന്മാർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം ഒരു ലൈവായിട്ടൊരു പരിപാടിയാണ്. സ്വാമി ഓരോ കത്തുകൾ വായിച്ചതിന് മറുപടി പറയും. ഇപ്പൊ ഒരു കത്തിലുണ്ട്: സ്വാമി, ദുഃഖവും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത സന്തോഷം മാത്രമുള്ള ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരാൾ എഴുതി ചോദിച്ചതാണ്. ജീവിതത്തിൽ ദുഃഖങ്ങളൊന്നും ഉണ്ടാകരുത്, സന്തോഷം മാത്രം ഉണ്ടാകാനുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാകരുത്, എന്ത് ചെയ്യണം? സ്വാമി പറഞ്ഞ ഒരു മറുപടിയാണ്: ചത്ത് പോകണം. മരിച്ചു പോയാൽ ഒരു കുഴപ്പമില്ല, ദുഃഖം ഉണ്ടാകത്തില്ല, പ്രയാസം ഉണ്ടാകത്തില്ല, എപ്പോഴും നിത്യാനന്ദം, സന്തോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിന്റെ അർത്ഥം എന്താ അദ്ദേഹം പറഞ്ഞത്? കുടുംബമാണെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും സന്തോഷവുമുള്ള സമ്മിശ്രമായ ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഇനി നിങ്ങൾ മുൻപോട്ട് പോകും തോറും വീണ്ടും ചെറുപ്പമായി വരിക. ഇപ്പൊ യുവാക്കളാണെങ്കിൽ ഇനി കുട്ടികളായി മാറുകയാണ്. ചില കുട്ടിത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വരും. കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും മറ്റുള്ളവർ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാനായിട്ട് ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. മുമ്പോട്ട് പോകുന്നതോറും നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും കുട്ടികളാകുകയാണ്. പല്ലുകൾ വന്നു, കുട്ടിയായിരുന്നപ്പോൾ പല്ലുകളില്ലായിരുന്നു, വളർന്നപ്പോൾ പല്ലുകൾ വന്നു, വളർന്നു വരുമ്പോൾ വീണ്ടും പല്ലുകളൊക്കെ പോകും, വീണ്ടും കുട്ടികളായി മാറും. മനസ്സുകൊണ്ട് വീണ്ടും ശിശുക്കളായി മാറും, നിഷ്കളങ്കരായി മാറും. അതുകൊണ്ടാണ് ഒത്തിരി പ്രായം ചെല്ലുന്ന അപ്പച്ചന്മാരുടെ അമ്മച്ചന്മാരുടെ എന്തെങ്കിലും ചോദിച്ചാൽ അവരുള്ള സത്യം ഉള്ളതുപോലെ പറയും. കുടുംബത്തിലെ പക്ഷേ എന്തെങ്കിലും കുഴപ്പമുള്ളൂ, അത് പിന്നെ വെച്ചാൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരറിയാതെ
പറഞ്ഞു പോകും. അവരുടെ ഓർമ്മയിലൊന്നും ചിലപ്പോഴൊന്നും നിൽക്കത്തില്ല. പറയരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും നിൽക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും കുട്ടികളായി മാറുകയാണ്. ഇപ്പൊ കുട്ടിത്തരങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ അതിനൊക്കെ ശാസനകളൊക്കെ പലയിടത്തുനിന്നും വന്നു എന്ന് വരും. ഉൾക്കൊള്ളാൻ പറ്റുന്നവയെ ഉൾക്കൊള്ളുന്നവരായി മാറുക. പിന്നെ ഒരു ഉപദേശം കൂടി, ഉപദേശിക്കാൻ ഞാൻ ആരും അല്ല, നിങ്ങളുടെ ഏജിന്റെ പകുതി പോലും ആയിട്ടില്ല. എന്നാലും ഒരു കാര്യം പറയുകയാണ്, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? ചിലതൊക്കെ കേട്ടില്ലെന്നും ചിലതൊക്കെ കണ്ടില്ലെന്നും ചിലതൊക്കെ മിണ്ടുകയില്ല എന്നും തീരുമാനിക്കണം. എന്നാൽ തെറ്റ് കണ്ടാൽ എന്ത് ചെയ്യണം? തിരുത്തുവാനുള്ള മനസ്സ് കാണിക്കണം. ഇത്ര ഉണ്ടെങ്കിൽ കുടുംബജീവിതം സന്തോഷമാകും. തെറ്റ് കണ്ടാൽ നമ്മുടെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് ഒരാപത്തുണ്ടാകും എന്ന് കണ്ടാൽ അത് തിരുത്തുവാൻ മനസ്സുള്ളവരായി മാറണം. ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്നവരായി മാറി ഒരു കുടുംബത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകുവാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും വീണ്ടും സന്തോഷത്തോടുകൂടി ഒരു മനുഷ്യായുസ് മുഴുവൻ ജീവനോടെ ഇരിക്കട്ടെ. ചിരിച്ച് കളിച്ച് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കണം. എപ്പോഴും ഈ കൂട്ടായ്മകൾക്ക് വരുമ്പോൾ എന്തുണ്ടാകണം? സന്തോഷിക്കുന്ന കാര്യങ്ങൾ പറയുവാനായിട്ട് ശ്രമിക്കണം. പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ തപ്പിയെടുക്കണം. പ്രയാസങ്ങളൊക്കെ പങ്കുവെക്കുവാനായിട്ട് ഒരാൾ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ സന്തോഷത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ ദൈവം ഇടയാക്കി. സ്നേഹവിധി കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്ന ദൈവം അനുഗ്രഹിക്കും. ജീവിത സാഹചര്യത്തോടടുത്ത് നിൽക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും കൊച്ചു കുട്ടികളോട് സംസാരിക്കുമ്പോൾ സംസാരിച്ച അർത്ഥപൂർണ്ണമായിട്ടുള്ള ഒരു മെസ്സേജ് വന്ന ലഘുവിനോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് സംസാരിക്കുന്നത് സെന്റ് ജോസഫ് കോളപ്പള്ളി ഗ്രൂപ്പ് ഓർഗനൈസർ ശ്രീ പി എ പോത്തൻ സാറിനെ ക്ഷണിക്കുന്നു. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട ഷെറിയച്ചൻ, മറ്റേ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാൻ വാസ്തവത്തിൽ ഇവിടെ നിൽക്കുന്ന വളരെ സന്തോഷത്തോടു കൂടിയാണ്. ഞാൻ ആദ്യമേ അച്ഛനോട് ചോദിച്ചു, ഈ വന്നിരിക്കുന്നതെല്ലാം ഈ ഇടവകയിൽപ്പെട്ടതാണ്. അന്നേരം അച്ഛൻ പറഞ്ഞു എല്ലാവരും. രണ്ടാമത്തെ ചോദ്യം, എല്ലാവരും വീട്ടിൽ ചെന്നാണോ കൊണ്ടുവരുന്നത്? അല്ല, എല്ലാവരും സ്വന്തമായിട്ട് അവനവൻ്റെ വാഹനം ഉപയോഗിച്ച് വരുന്നു. ഞങ്ങൾ പുതുപ്പള്ളി പള്ളിയിൽ നടത്തുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ചയും ഇരിക്കും. രാവിലെ 8 മണിയാകുമ്പം ഒരു വണ്ടി പോകും, എല്ലാ വീടുകളിലും ചെന്ന് എല്ലാവരെയും കളക്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ്. എന്നിട്ടും ആൾക്കാർ വരാൻ മടിക്കുന്നു. ഇതിൽ ഇത്രയും പേര്, ഈ പ്രായമുള്ളവർ ഇത്രയും അവനവൻ്റെ സമയവും അവനവൻ്റെ വാഹനവും ഒക്കെ ഉപയോഗിച്ച് ഇവിടെ വന്ന് ഇത്രയും സമയം ചിലവാക്കുന്നതിന് വളരെ വളരെ സന്തോഷം. അതിന് നമ്മുടെ ഓർഗനൈസേഴ്സിനെ വളരെ വളരെ അഭിനന്ദിക്കുന്നു. ഇതിന് ഞങ്ങളുടെ ഉൾപ്പള്ളി പള്ളിയിൽ ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷമായി. ആദ്യം തുടങ്ങിയപ്പോൾ നല്ല ഇതായിട്ട് ഏകദേശം 180-200 പേരോളം ഉണ്ടായിരുന്നു. ശ്രീരേച്ചനെ അറിയാം, ശ്രീരേച്ചനും ഇതായിട്ടുണ്ടായിരുന്നപ്പോൾ തുടങ്ങിയതാണ്. ആ കോവിഡ് വന്നപ്പോഴത്തേക്ക് ഏകദേശം പകുതി ഒരു 35 പേരോളം കോവിഡ് കാലത്ത് ഞങ്ങളെ വിട്ടുപോയി. അത് കഴിഞ്ഞിപ്പോൾ ഏകദേശം ഒരു 85 പേരുണ്ട്. വളരെ ഭംഗിയായിട്ട് നടക്കുന്നു, കുഴപ്പമില്ല, എല്ലാം ഭംഗിയായിട്ടാണ്. ഇതിൽ അച്ഛൻ നമ്മുടെ ഭദ്രാസന വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ വന്നു കൂടുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു കൂട്ടായ്മ, പ്രാർത്ഥന, കൂട്ടായ്മ, മാർഗനിർദ്ദേശം, ഒരു കൂട്ടായ്മയാണ്. ആദ്യം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ ഞങ്ങളുടെ ഇടവകയെന്ന് പറഞ്ഞാൽ ഏകദേശം 1500 പേരുണ്ട്. രാവിലെ പള്ളി വരും, പള്ളി ഇത് കുർബാന കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകും. അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയാവുന്നവർ മാത്രം സംസാരിക്കും. ഞാൻ ഈ കൂട്ടായ്മയുടെ കാര്യം പറയാം. പകൽ വീട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആൾക്കാർ വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും. വളരെ കുർബാന കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് ഒരു സമയം കഴിഞ്ഞ് അവർ പോകുന്നു. എല്ലാവരും കണ്ട് വർത്തമാനം പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് അവർ പിരിഞ്ഞു പോകുന്നു. അപ്പം അവർ പറയായിരുന്നു, പക്ഷേ ഞങ്ങൾ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷം. പള്ളി വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാണ്.
എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് വിശേഷങ്ങൾ പറഞ്ഞ് അവർ പിരിയുന്നു. ചൊവ്വാഴ്ച ദിവസമാണെങ്കിലും വന്നു കഴിഞ്ഞാൽ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഇത് ചെയ്തിട്ട് ആദ്യമേ പ്രാർത്ഥന, വേദവായന, പാട്ട്, പ്രാർത്ഥന, വേദവായന ഇതെല്ലാം കഴിഞ്ഞേച്ച് കുറേ ഇതുണ്ട്. ഒരു ചെറിയൊരു യോഗ നടത്തും. അതിനൊരു യോഗ മാസ്റ്ററുണ്ട്, അതിന് ട്രെയിനർ ചെയ്തവരുണ്ട്, അത് നടത്തും. അത് കഴിഞ്ഞ് എല്ലാ ചൊവ്വാഴ്ചയും ഓരോരുത്തരെ ഞങ്ങൾ വിളിക്കും ക്ലാസ് എടുക്കാൻ. അതൊരു ക്ലാസ്സും ഒക്കെ എടുത്ത് ഭംഗിയായിട്ട് പോകുന്നു. ഇത് വന്നു കഴിഞ്ഞപ്പോൾ, ഈ കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞപ്പം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ പോകുന്നു. ഇപ്പം സ്ട്രെങ്ത് കുറഞ്ഞു വരിക. കാരണം ഞാൻ പറഞ്ഞില്ലേ, പോരാനായിട്ട് വണ്ടി വീട്ടിൽ ചെല്ലും, വാതുക്കെ ചെല്ലും, എന്നാലും ചിലർക്ക് മടി, ഏകാന്തതയായി വീട്ടിൽ വന്ന് കുത്തിയിരിക്കുക എന്നുള്ള ചിലർക്ക്. അച്ഛന്മാർ വീട് വെച്ചിട്ട് ചെയ്യുമ്പോൾ പറയും ഇന്ന പോലെ ഇതുണ്ട്, കൂട്ടായ്മ ഉണ്ട്, വരാമെന്നൊക്കെ പറയാം. പിന്നെ അവർ വരികയില്ല. എന്താണെന്ന് നമുക്കറിയില്ല. ഇതിലേകദേശം എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ വന്ന്. ഇതിൻ്റെ ഓർഗനൈസേഷനും ഒക്കെ ആയിട്ട് ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൽ അവർ വളരെ അഭിനന്ദിക്കുന്നു. അതിൻ്റെ പ്രത്യേക ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് സന്ദേശം നൽകി നമ്മളെ അനുഗ്രഹിച്ച സെന്റ് ജോസഫ് ഗ്രൂപ്പ് ഓർഗനൈസേഷൻ BA സാറിനോട് നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഇടവകയുടെ മകനായ ഫാദർ ജോണസൺ പ്ലാപ്പറമ്പിൽ നമ്മളോട് 2 വാക്ക് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇടവക വികാരിമാർ, ഭദ്രാസന ഭാരവാഹികൾ, പ്രിയപ്പെട്ട പോത്തച്ചായൻ, സഹോദരി സഹോദരികളെയും ശ്രേഷ്ഠരായ വൈദികർ, സ്നേഹമുള്ള എൻ്റെ മാതാപിതാക്കളെ, ഒരുപാട് സന്തോഷം. ഞാനിവിടെ ഇരിക്കുമ്പം എൻ്റെ വീട്ടിൽ ഇവരെല്ലാം കൂടെ കടന്നു വന്ന ഒരു നിമിഷമാണ് ഞാൻ ചിന്തിച്ചത്. പെട്ടെന്നൊരു ദിവസം കഥകളൊക്കെ തുറന്ന് ഒരു സ്വാതന്ത്ര്യത്തോടെ ഇരിക്കുന്ന വേശ്യാലയ്ക്ക് അങ്ങ് അകത്ത് വരെ വന്നു. ഒരു 10-15 പേരായിരുന്നു വീട്ടിലേക്ക് കയറി വന്നത്. ഒരുപാട് സന്തോഷം തോന്നി. ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു, കോട്ടയം ഭദ്രാസനത്തിൽ മാർ അപ്രയം പള്ളി ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് ഇവിടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു നല്ല യൂണിറ്റ് കൊണ്ടാണ്. ഞങ്ങളൊക്കെ ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു ചെറിയ പ്രവർത്തകരായി വളർന്നു വരുവാനും ഒക്കെ സാധ്യമായിട്ടുണ്ട്. അതിനുശേഷം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ചെറിയ ചുമതലക്കാരനായിരുന്നു പ്രവർത്തിക്കുമ്പോഴും ചിന്തയിലേക്ക് വന്നിരുന്നത് യുവാക്കൾക്കാണ് കൂടുതൽ പ്രാതിനിധ്യം സഭ നൽകുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷമാണ് ഒരു ഭരണഘടന, പരിശുദ്ധ സഭയോ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതദോസോ ഒക്കെ ഒന്ന് ക്രമീകരിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രത്യേകിച്ച് ഈ 2 സീനിയർ സിറ്റിസന് വേണ്ടിയുള്ള 2 ആത്മീയ സംഘടനകൾ കൂടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതദോസ് ആരംഭിച്ചു. അതൊരു സിസ്റ്റമായിട്ട് തന്നെ ഉള്ള എല്ലാ രീതിയിലും ഇവിടെ ആവർത്തിച്ച് പറഞ്ഞു. മുമ്പ് കൂടുന്നതിന്റെ ഒരു വലിയ പ്രത്യേകത തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഭാഗമാകുന്നതിന്റെ ഒരു വലിയ പ്രത്യേകത തന്നെയായിരിക്കാം. ലോക പരിചയമുള്ളവർ എല്ലാവരും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രത്യേകിച്ച് മാറപ്പുറം പള്ളി ഇടവകയിലെ ഈ പ്രസ്ഥാനം എൻ്റെ അമ്മയും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ചില സമയങ്ങളിലൊക്കെ അത് മിസ് ചെയ്താലും കൃത്യമായി എല്ലാവരും വിളിച്ചു ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് വന്നില്ല, എന്തുകൊണ്ട് ഇന്ന് വരാൻ സാധിച്ചില്ല എന്നുള്ളതൊക്കെ വിളിച്ചു ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റൊരു പ്രസ്ഥാനത്തിൽ പോലും അത് ഉണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അത്ര ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മ. അവിടെ ഒരു വലിയ പ്രത്യേകത എന്തെന്നാൽ അവിടെ വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ല, ഉയർന്ന ഉദ്യോഗസ്ഥരെന്നോ റിട്ടയർ ആയവരെന്നോ സാധാരണ ജീവിതം നയിക്കുന്നവരെന്നോ ഇല്ല. എല്ലാവർക്കും ഓരോ ടാസ്കുകൾ കൊടുക്കും. അതിൽ അവർക്കുള്ള ഒരു ഫ്രീ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യും. ഞാൻ എപ്പോഴും നമ്മുടെ പള്ളിയിൽ വരുന്ന വീഡിയോയിൽ കാണുന്നതാണ് ഷെറിയച്ചന്റെ ചിരി. അച്ഛൻ വളരെ ആനന്ദിച്ച് സന്തോഷിച്ച് ചിരിക്കുന്നത് എല്ലാ ദിവസത്തിലെയും ഈ സെന്റ് ജോസഫ് ഫോറത്തിന്റെ വീഡിയോയിൽ കാണാൻ പറ്റും. മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു വലിയ അവസരം തന്നെയാണത്. ആശംസാ പ്രസംഗമായതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. മലങ്കര സഭയ്ക്ക് അത് യുവാക്കളുടെ പ്രസ്ഥാനങ്ങളെക്കാൾ ഉപരിയായി ഒരു വലിയ തലത്തിൽ തന്നെ ആരംഭിച്ചത് വളരെ ഒരു ശിശുവായിരുന്ന കാലഘട്ടത്തെ പോലെ തന്നെ
ഒരുപാട് വളർന്ന് പങ്കെടുക്കുവാൻ ഈ പ്രസ്ഥാനത്തിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ഒരുപാട് ആളുകൾ അതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, നിസ്തുലമായ സേവന നേതൃത്വവും നൽകുന്നുമുണ്ട്. എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധ ഉറപ്പുറം പിതാവിന്റെ മധ്യസ്ഥത എല്ലാവർക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ. ഈ പ്രസ്ഥാനം നമ്മുടെ മലങ്കര സഭയ്ക്കും അതോടൊപ്പം സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യുവാൻ, ഒരുപാട് ചാരിറ്റികൾ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു നല്ല നന്മയുള്ള പക്വതയുള്ള മുഖമായി തീരുവാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നിങ്ങളുടെ ഒരു വലിയ മകനെന്ന നിലയിൽ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ എപ്പോഴും പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ നല്ല പ്രാർത്ഥനാശംസകളും നേരും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ അംഗവും നമ്മുടെ സെന്റ് ജോസഫ് സ്വാർത്ഥത്തിന്റെ ഒരംഗത്തിന്റെ മകനുമായ അച്ഛന് നമ്മുടെ സ്പന്ദനങ്ങൾ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സ്പന്ദനങ്ങൾ കൂടുതൽ അടുത്തറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അച്ഛന്റെ വാക്കുകൾക്ക് നന്ദി. അടുത്തതായിട്ട് റെവറൻഡ് ഫാദർ മാത്യു വർഗീസ്, നമ്മുടെ അസോസിയേറ്റ് വികാരി അച്ഛൻ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ അവലോകനം അച്ഛൻ്റെ ഒരു ആശംസിക്കുന്നത്. ദൈവത്തിന്റെ നാമപ്പെടുമാറാകട്ടെ. മന്യ വൈദിക വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഏവരെയും പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ നിൽക്കുവാൻ സാധിച്ചത്, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഒരു അവലോകനം ഇനി പറയേണ്ടതായിട്ടില്ല. കാരണം ഇവിടെ നടന്ന എല്ലാ വൈദിക ശ്രേഷ്ഠനും ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറയുകയുണ്ടായി, ഇതിന്റെ ക്രമീകരണങ്ങളും ഇതിന്റെ രീതി എങ്ങനെയാണെന്ന് പറയുകയുണ്ടായി. ഇനി വീണ്ടും ഞാൻ ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ തന്നെയും നമ്മുടെ ഈ മീറ്റിംഗ് ഏകദേശം ഇപ്പോൾ 15 മീറ്റിങ്ങോളം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. സെന്റ് ജോസഫ് ഓർത്തിന്റെ 15 മീറ്റിംഗ് നമ്മളിപ്പോൾ അത് പിന്നിടുകയുണ്ടായി. പിന്നീട് നമുക്കറിയാം, ഇത് തുടങ്ങിയ സമയത്ത് ഏകദേശം 25 പേരെ ആദ്യത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ഏകദേശം ഇപ്പോൾ ഒരു 100 പേരോളം അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു മീറ്റിംഗ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. ചിലപ്പോൾ നല്ല പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായും ആളുകൾ കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കും, അത് കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കും. എന്നാൽ തന്നെ നമ്മുടെ ഈ മീറ്റിംഗ് ഏറ്റവും ഭംഗിയായിട്ട് അത് കൊണ്ടുപോകുവാനായിട്ടും ആളുകൾ കൂടി വരുന്ന ഒരു സാഹചര്യം കാണുവാനായിട്ട് സാധിച്ചു. അതൊരു വിജയത്തിന്റെ ഒരു മുൻകുറിയാണ്, അല്ലെങ്കിൽ വിജയത്തിന്റെ ഒരു അടയാളമാണ്. മീറ്റിങ്ങിന്റെ ആ പ്രസ്ഥാനത്തിന്റെ ഒരു വിജയത്തിന്റെ അടയാളമാണ് ആളുകൾ കൂടി വരുന്നത്. അപ്പോൾ എന്തോ ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്, എന്തൊക്കെയോ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഉള്ളത് കൊണ്ടാണ്, വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ ഇതിനകത്ത് വന്നു ചേരുവാനായിട്ട് ഇടയായത്. അപ്പോൾ ഏകദേശം 100 പേരോളം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അത് ആരും ഇതിനകത്ത് പുറകോട്ട് പോകാതെ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഒരുപാട് സന്തോഷമുണ്ട്. തുടക്കത്തിൽ തന്നെ നമ്മുടെ അച്ഛൻ സാറിന്റെ യോഗ പരിശീലനവും വിവിധ ആളുകൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയും ക്ലാസ്സുകൾ നൽകുകയും ചെയ്തു. എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മുന്നോട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൊക്കെയും ആവശ്യമായ ക്ലാസ്സുകളാണ് നമുക്ക് ലഭിച്ചത്. അതൊക്കെ നമുക്ക് പ്രയോജനമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമുക്ക് ഈ മീറ്റിംഗിൽ കടന്നു വരുവാനും മനസ്സറിഞ്ഞ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ സന്തോഷിക്കുവാനും ചിരിക്കുവാനൊക്കെയും നമുക്ക് ഇടയാവുന്നത്. നമുക്കറിയാം, എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ഈ മീറ്റിങ്ങിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിനകത്ത് പ്രവർത്തകർ എന്ന് പറയുവാനായിട്ട് പേരെടുത്ത് പറയാൻ നമുക്ക് ആരുമില്ല. എല്ലാവരും ഇതിനകത്ത് പ്രവർത്തകരാണ്. സെക്രട്ടറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരും തന്നെ സ്ഥാനം ഇല്ല. പകരം എല്ലാവരും ഇതിനകത്ത് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മീറ്റിംഗ് ആയിട്ടാണ്, ഇങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ടാണ് മാറപ്രയും ദേവാലയത്തിന്റെ സെന്റ് ജോസഫ് ഫോറം യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നത്. നമുക്കറിയാം, ഇങ്ങനെ ഒരു എക്യുമെനിക്ക് വിരുന്ന് നടത്തുവാനായിട്ട് നാം ഇവിടെ ആഗ്രഹിച്ചപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വളരെ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുകയും അതിന് വേണ്ടതായ എല്ലാ സഹകരണവും സാന്നിധ്യവും നിങ്ങൾ അറിയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് എല്ലാവരും നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് കടന്നു വന്ന വൈദിക ശ്രേഷ്ഠർ, ഇവരെ ക്ഷണിക്കുവാനായിട്ട് നമ്മുടെ പ്രസ്ഥാനാംഗങ്ങൾ ഒരാളല്ല ഒരുപാട് പേരാണ് കടന്നു ചെന്നവരെ ക്ഷണിച്ചത്. അതോടൊപ്പം തന്നെ എല്ലാ വൈദിക ശ്രേഷ്ഠയും നമ്മൾ ക്ഷണിക്കുകയും ചെയ്തു. കുറെ പേരൊക്കെ ഇവിടെ എത്തിച്ചേർന്നു. കുറച്ച് പേര് വരാൻ സാധിക്കാത്തവരുള്ള സങ്കടം നമ്മളെ ഫോൺ വിളിച്ചത് അറിയിച്ചു. എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നമുക്കറിയാം, ചെറുപ്പമുള്ള ചെറുപ്പക്കാരായ അച്ഛന്മാര്, അതുപോലെ എല്ലാ വൈദിക ശ്രേഷ്ഠരും നമ്മുടെ ദേവാലയത്തിൽ കടന്നു വന്നു. വേണ്ടതായ അനുഗ്രഹ വചനങ്ങൾ, സന്ദേശങ്ങൾ നമുക്ക് പകർന്നു നൽകുകയും ചെയ്തു. എല്ലാവരും നന്ദി സ്നേഹവും
ഒറ്റ വാക്കിൽ ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മേവരെയും വാക്കിലേക്ക് മാറാം. നമ്മുടെ ഇടവകയിലെ പഴയകാല ഗായക സംഘാംഗവും നമ്മുടെ സെന്റ് ജോസഫ് സ്വർത്തിന്റെ ഇപ്പോഴത്തെ ഒരു മുതിർന്ന അംഗവുമായ ശ്രീ മാലത്ത് സക്രിയാബിക്ക് ഒരു ഗാനം അന്തസ്യ ഗാനം ആരംഭിക്കുന്നതായിരിക്കും. ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുവിതം പോലെ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുവിതം പോലെ എന്നും നാഥന ആഴുമേക ദൈവം, നിത്യജീവമാണ് ദൈവം. പൊഴിച്ചു ഏറുവയിൽ മേഘത്തണലായി ഇരുളി സ്നേഹനാളമാ സിയോൻ മാമല മുകളിൽ പ്രമാണങ്ങൾ പകർന്നേ പൊഴിച്ചു എരിവയിൽ മേഘത്തണലായി ഇരുളി സ്നേഹനാളമാ സിയോൻ മാമല മുകളിൽ നീതി പ്രമാണങ്ങൾ പകർന്നേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുവിതം ഭൂമിയിൽ എന്നും നിറവേറേണം. നാഥന ഇവാഴുവേക ദൈവം, സത്യജീവമാർഗമാണ് ദൈവം. മനുജനായി ഭൂമിയിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു, തിരുനിണവും ദിവ്യഭോഗ്യവുമാ ഈ ഉലക
സത്യവുമായവനെ നിന്തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി ഭൂമിയിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമാ ഈ ഉലകത്തിൽ ജീവന വഴിയും സത്യവുമായവനെ നിന്തിരുനാമം വാഴ്ത്തുന്നു. വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. ഈ ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം, നിത്യതയെ നേരിടുന്ന ദൈവം. ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. അടുത്തതായിട്ട് സെന്റ് ജോസഫ് ഫോറത്തിന്റെ ആനുവൽ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച ഇൻഡോർ ഗെയിംസിന്റെ സമ്മാനദാനമാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. ആദ്യത്തെ 9 പേർക്ക് സമ്മാനത്തിന് വേണ്ടി വികാരി അച്ഛനെ ക്ഷണിക്കുന്നു. അലക്സത്തിനെ ആദ്യത്തെ സമ്മാനം കുര്യൻ ബിബി മിസസ് അന്നമ്മ കുര്യൻ പാണൂർ. രണ്ടാമത് അച്ഛൻ കെ മാറ്റി. രണ്ടുപേരുടെ പാടൂര് മിസ്റ്റർ കുര്യൻ ഇവർക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനം ബെസ്റ്റ് മാച്ച് കപ്പിളിനാണ്. ബെസ്റ്റ് മാച്ച് കപ്പിൾ, അതായത് നറുക്കെടുത്ത് അവരെ നമ്മളിലുള്ള കപ്പിൾസിനകത്ത് നറുക്കെടുത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കപ്പിളായിട്ട് തിരഞ്ഞെടുത്തു അവരാണ്. രണ്ടാമത്തേത് നമ്മുടെ അച്ഛൻ കെ മാത്യു സാറാണ്. അദ്ദേഹമാണ് റെഗുലർ ആയിട്ട് നമുക്ക് യോഗ ക്ലാസ്സുകൾ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുകയും നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് കരുതുകയും ചെയ്യുന്ന ആള്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് സമ്മാനം പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. മൂന്നാമതായി ശ്രീമാൻ എ തോമസ് കയ്യാലക്കത്ത് കൂടുതൽ പേഴ്സണാലിറ്റികളെ തിരിച്ചറിയുകയും അധ്യാപിക്കലിലൂടെ 1ാം സമ്മാനം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഈ 1ാം സമ്മാനം സ്വീകരിക്കുവാൻ വിളിക്കുന്നു. അടുത്തത് ശ്രീമതി മറിയാമോ മാത്യു പുത്തൻപറമ്പിൽ ഡോപ്പിംഗ് പേഴ്സണാലിറ്റിയിൽ ഫസ്റ്റും മെമ്മറി ടെസ്റ്റ് 2ാമതുമാണ്. ശ്രീമാൻ ഷാജി ജോസഫ് അണ്ണന്തരത്തിൽ പ്രാക്ടിക്കൽ മാത്സും പസിലും ബൈബിൾ ക്വിസിലും 1ാം സമ്മാനാർഹമായ ഷാജി ജോസഫിനെ സാറിനെ ക്ഷണിക്കുന്നു. ശ്രീമതി കൊല്ലമ്മ ജോൺ അണ്ണന്തരത്തിലെ ബൈബിളിക്കൽ മാത്സിലും പസിലും 2 വട്ടം 1ാം സമ്മാനാർഹമായ ശ്രീമതിയെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ശ്രീമതി സരസ്വതി അമയപ്പാട്ടത്തിനെ ബയോമെഡിക്കൽ നീഡ്സിലും ബസിലും മെമ്മറി ടെസ്റ്റിലും 2 വട്ടം ഫസ്റ്റ് വാങ്ങിയതിനായി ക്ഷണിക്കുന്നു. ശ്രീമാൻ പടിഞ്ഞാറ് പറമ്പിലിനെ
അനമ്മ വർഗീസ് കരിമീൻകടലിന് ബയോമെഡിക്കൽ നെയിംസും ഫസിലും 2 വട്ടം 1ാം സമ്മാനവും മെമ്മറി ടെസ്റ്റ് 1ാം സമ്മാനവും സ്വീകരിച്ചതിനായി ക്ഷണിച്ചിരിക്കുന്നു. ശ്രീമാൻ ജോർജ് പി കെ ഉള്ളോലിക്കൽ ബയോമെഡിക്കൽ നെയിംസ് ഫസിലില് 1ാം സമ്മാനാർഹമായതിനാൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ശ്രീമതി ആനി ജോർജ് ഓലിക്കര മാങ്കുടിയിൽ ഒബ്ജക്ട് ഗെയിമിലെ 1ാം സ്ഥാനാർത്ഥിയായതിനാൽ അവരെ ക്ഷണിക്കുന്നു. എല്ലാവരും നല്ല ക്ലാപ്പിൽ കൊടുത്തേ, നല്ലൊരു ഉത്സാഹമല്ലോ. പോരാ, എല്ലാവരും നന്നായിട്ട് കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ സ്വന്തം സഹപ്രവർത്തകരും സഹകാര്യക്കാരും കാലികരുമാണല്ലോ. അവർക്കൊക്കെ നല്ലൊരു കൈ കൊടുത്ത് അവരെ വരപ്പിക്കുക. അവരുടെ പ്രാഗൽഭ്യത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ അനുവദിക്കരുത്. അവർ മുന്നോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കണം. നമ്മൾ അവിടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ശ്രീമാൻ ഏബ്രഹാം MC മാലത്ത്, ഇദ്ദേഹം ഏറ്റവും കൂടുതൽ കയറിൽ കെട്ടുണ്ടാക്കിയ ഒരു സ്നേഹിതനാണ്. അദ്ദേഹത്തിന് ഫസ്റ്റ് വേണ്ടി ക്ഷണിക്കുന്നു. ശ്രീമതി അനിത വൈസ് കയ്യാലക്കാത്ത് മെമ്മറി ടെസ്റ്റ് 2ാം സ്ഥാനാർത്ഥമായിരിക്കുന്നു. ഇവരെയും സാധനം ക്ഷണിക്കുന്നു. കഴിയില്ല. ശ്രീമാൻ ഡേവിഡ് തോമസ് കടപ്പൂര് ഇതേ ബ്ലോയിങ് ബാൾ ഗെയിമിലേക്ക് 1ാം സമ്മാനാർഹമായിരിക്കുന്നു. വന്ന് സമയം സ്വീകരിച്ചാലും ഇനി അവസാനമായി ഈ യോഗത്തില് നമുക്കൊരു സമ്മാനാർഹ വ്യക്തി കൂടിയുണ്ട്. ശ്രീമാൻ വർഗീസ് ജോൺ കൈതലാവിൽ. ഇദ്ദേഹവും ബ്ലോയിങ് ബോർഡിലെ 1ാം സമ്മാനാർഹനാണ്. രാജാനില്ല, ഇപ്പോഴും തിരക്കിലാണ്. പറയാനുള്ള നേതൃപാഠം മാത്രമാണ്. അദ്ദേഹത്തിന് വന്ന് നേരിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ല. രാജാന് വേണ്ടി എല്ലാവരും സ്വീകരിക്കണം. താങ്ക് യു. സമ്മാനാർഹരായ എല്ലാവർക്കും വളരെ നന്ദി. എല്ലാവർക്കും വളരെ സന്തോഷം. നമ്മുടെ സമ്മാനം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വെച്ചുവിടാനും പോലെയാവും. ഇത് ആദ്യത്തെ കാര്യമല്ല. ഞങ്ങളുടെ ക്രിസ്മസിന് കാരൽ സോങ്സ് ഇവിടെ ചെയ്തു. എത്ര ഭംഗിയായിട്ടാണ് അറിയാമോ എല്ലാവരും കൂടെ സഹകരിച്ച് 2 ദിവസം കൊണ്ട് ഞങ്ങളൊരു നല്ല കരോൾ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു. അതിനകത്തോട്ട് കയറി വന്ന് പാടാനൊക്കെ വരുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ വരുന്നത് പോലെ എല്ലാവരും കൂടെ കയറി വന്ന് പാടി സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചുപോയി. ഈ സന്തോഷമാണ് നമുക്ക് ഇന്ന് നിലനിൽക്കേണ്ടത്. നമ്മുടെ പ്രോഗ്രാമിന്റെ സമാപനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇപ്പോൾ നന്ദി കുടുംബക്കാരെ പ്രിയപ്പെട്ട ദൈവനാമം മഹത്വപ്പെടട്ടെ. ബഹുമാന്യ അച്ഛന്മാരെ, ഇന്ന് ഈ വിരുന്നിലേക്ക് പ്രത്യേക ക്ഷണിതാക്കളായി വന്നിട്ടുള്ള എല്ലാവരുമേ, എൻ്റെ കർത്തവ്യം ഈ പരിപാടി അനുഗ്രഹകരവും മനോഹരവുമാക്കുവാൻ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും സംഘടനയുടെ പേരിൽ നന്ദിയും സ്നേഹവും കൃതജ്ഞതയും അർപ്പിക്കുക എന്നുള്ളതാണ്.
ഞാൻ ഒരാളായിട്ട് ഇവിടെ നിൽക്കുന്നത് പോലെ അല്ല എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് എല്ലാവരോടും നന്ദി പറയുക, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ സംഘടനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പ്രത്യേകിച്ച് ഇത് ഹെഡ് ചെയ്യാനായിട്ട് ആരെയും നമ്മൾ തിരഞ്ഞെടുത്ത് ആക്കി വെച്ചിട്ടില്ല. നമ്മളെല്ലാവരും എല്ലാമാണ് ഇവിടെ. ആ ഒരു സന്തോഷത്തിൽ ഇത് 15 മീറ്റിങ്ങുകൾ കഴിഞ്ഞ് ഇന്ന് 16ാമത്തെ മീറ്റിങ്ങിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇതിനകത്തുള്ള സന്തോഷം തീർച്ചയായിട്ടും പറഞ്ഞറിയിക്കാൻ നിർവാഹമില്ല. അത്രയ്ക്ക് വളരെ സന്തോഷമാണ്. ഒരാഴ്ചയിൽ നമ്മളുടെ ഒരു അമ്മച്ചി, വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു അമ്മച്ചിയാണ്, കുറച്ച് ദൂരെ നിന്ന് വരുന്ന ആളാണ്. ഓട്ടോറിക്ഷ പിടിച്ച് ഒരു ചൊവ്വാഴ്ച രാവിലെ ഇവിടെ വന്ന് നിന്ന് എന്നെ വിളിച്ച് ചോദിച്ചു, ഇന്ന് മീറ്റിംഗ് ഇല്ലേ? എനിക്ക് ഒത്തിരി എൻ്റെ ദേഹം കോരിത്തരിക്കുന്ന പോലെ തോന്നിപ്പോയി. അതായത് ആ അമ്മച്ചി എല്ലാ ഓൾട്ടർനേറ്റ് ട്യൂസ്ഡേയ്സിലുമാണ് മീറ്റിംഗ് എന്നുള്ളത് അറിയാം. അന്നത്തെ ഒരു ദിവസം എങ്ങനെയോ തെറ്റിപ്പോയി. തൊട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നതാണ് മീറ്റിംഗ്. അതിൻ്റെ അടുത്ത ആഴ്ച വന്ന് നിന്നപ്പോഴത്തേക്കിന് രാവിലെ ആയപ്പോഴത്തേക്കിന് അതിന് കാണിക്കുന്ന ഊർജ്ജം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ വരാനിടയായത്. ഇവിടെ വന്നേച്ച് അങ്ങനെ തന്നെ അടുത്ത ഓട്ടോ പിടിച്ച് ആൾ തിരിച്ചുപോയി. എന്തായാലും ഇന്ന് നമുക്ക് അനേകം പേർ ക്ഷണിതാക്കളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളുടെ പ്രത്യേകമായിട്ടും ഇതിൻ്റെ ഒരു തീമെന്ന് പറയുന്നത് തന്നെ കാനാവിലെ കല്യാണ വിരുന്ന് എന്നുള്ളതാണ്. അതിനകത്ത് 12 ഗോത്ര തലവന്മാർ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ 12 പട്ടക്കാരെ ഇവിടേക്ക് ക്ഷണിച്ചിരുന്നത്. നമ്മുടെയും നമ്മുടെ സമീപ പ്രദേശത്തുള്ള മറ്റു പള്ളികളിലെയും കോൺഗ്രിഗേഷൻ ഏതെന്ന് നോക്കാതെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ദിവസം കുറച്ച് സമയം ചിലവഴിക്കാനായിട്ട് ഈ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള നാളിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. അന്ന് മുതൽ തന്നെ അതിൻ്റെ അധ്വാനങ്ങൾ എല്ലാവരും ചെയ്തും തുടങ്ങി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, പല കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭാ വിഭാഗത്തിലുള്ള അച്ഛന്മാർക്ക് ആർക്കും തന്നെ എക്സെപ്റ്റ് എരവിയറയിലെ അച്ഛന് അല്ലാതെ വേറെ ആർക്കും ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റിയില്ല. കാരണം എല്ലാവർക്കും അറിയാം, മാർപ്പാപ്പയുടെ നിര്യാണം, പിന്നെ അത്യാവശ്യമായിട്ടുള്ള മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം കൂടി അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അവർ അപ്പം തന്നെ പറഞ്ഞു, വളരെ നേരത്തെ വന്നിട്ട് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് വരും എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അധികം ആർക്കും വരാൻ പറ്റില്ല. ക്ഷണിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ട് വന്നവർ വളരെ ചുരുക്കം. അത് ഒരു തമാശയായിട്ടെന്നുള്ള രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത്രയും പേര് വരികയും ക്ഷണിച്ചിട്ടുള്ള ഇത്രയും പേര് വരികയും നമ്മളോടൊത്ത് നമ്മുടെ ഈ പ്രഭാത സമയം ഇവിടെ ചെലവഴിക്കുകയും ചെയ്യാൻ സാധിച്ചതിൽ അവരോട് എല്ലാവരോടുമുള്ള, ഞാൻ പേരായിട്ട് ഇനി പറയുന്നില്ല, എല്ലാവരുടെയും പേരുകൾ പല ആവർത്തി ഇവിടെ പറഞ്ഞതാണ്. അതുകൊണ്ട് വീണ്ടും പേരായിട്ട് പറയുന്നില്ല. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. അതുപോലെ നമ്മളുടെ ഇടവകയുടെ വികാരി അച്ഛനും അസിസ്റ്റന്റ് വികാരി അച്ഛനും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും എല്ലാറ്റിനും കൂടെയുള്ളവർ, അവർ നമ്മുടെ മീറ്റിങ്ങുകളിൽ എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ മീറ്റിങ്ങുകളിൽ ഇത്ര ഊർജ്ജസ്വലമായിട്ട് അവർ പോയി പങ്കെടുക്കുന്നുണ്ടെന്ന്. ചൊവ്വാഴ്ച രാവിലെ അവരെപ്പോഴും ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടെങ്കിൽ കാലേക്കുട്ടി വിളിച്ചു പറയും, അതനുസരിച്ചിട്ട് എന്നാലും ഇവിടെ വന്ന അറ്റൻഡൻസ് രജിസ്റ്ററിൽ എങ്കിലും ഒന്ന് ഒപ്പുവെച്ചിട്ട് അവർ പോകുള്ളൂ. എത്ര വലിയ തിരക്കാണെന്നുണ്ടെങ്കിൽ ഏത് മീറ്റിങ്ങുകളാണെങ്കിലും. അത് അവരോട് രണ്ടുപേരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുകയാണ്. നമ്മുടെ പ്രത്യേകമായിട്ട് അച്ഛന്മാരെ കൂടാതെ ഇവിടെ ഉണ്ടായിരുന്നത് അൽമായരിൽ നിന്ന് ശ്രീ പോത്തൻ സാറാണ്. സാറിനോട് ഉള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മളുടെ ഇടവക മക്കളായ 3 അച്ഛന്മാരെ നമ്മൾ ക്ഷണിച്ചിരുന്നു. മറ്റുള്ളവർ വളരെ ദൂരത്തും അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അവരെ ക്ഷണിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അവർ വരാനായിട്ട് അസൗകര്യം ഉണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇന്ന് ജോബിനച്ഛൻ എന്തോ അത്യാവശ്യ കാരണങ്ങൾ കൊണ്ടൊന്നും വരാൻ പറ്റിയില്ല. എബി അച്ഛൻ, ചെറുത്തലക്കലെ എബി അച്ഛന് പ്രത്യേകമായിട്ടൊരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടിരുന്നതുകൊണ്ട് അച്ഛനും പോയി. ജോണച്ചൻ കുറച്ച് വൈകിയാണെങ്കിലും അച്ഛനിവിടെ എത്തിച്ചേർന്ന് നമ്മളോടൊത്ത് ഈ സന്തോഷത്തിൽ പങ്കാളിയായി. പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ഇടവക ട്രസ്റ്റി, സെക്രട്ടറി, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ, മറ്റ് ആധ്യാത്മിക സംഘടനാ ഭാരവാഹികൾ, നമ്മളുടെ പ്രധാന ശുശ്രൂഷകൻ, നമ്മുടെ അച്ഛന്മാരുടെ കൊച്ചമ്മമാർ, കുടുംബങ്ങൾ, എല്ലാവരോടും ഉള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. തോട്ടയ്ക്കാട് നാടിൻ്റെ പ്രതിനിധികളായ നിർമ്മൽ റെസിഡന്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ നമ്മളുടെ ക്ഷണപ്രകാരം അവിടെ വന്നിട്ടുണ്ട്. പ്രസിഡന്റും സെക്രട്ടറിയും, അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കട്ടെ. നമ്മുടെ ക്ഷണപ്രകാരം വന്നു ചേർന്നിട്ടുള്ള നമ്മുടെ ഇടവകയിൽ സീനിയർ മോസ്റ്റ് അംഗങ്ങളായ ക്യാപ്റ്റൻ സാർ ഇപ്പോൾ ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ അസ്വാസ്ഥ്യം കൊണ്ട് ഇറങ്ങിപ്പോയതേ ഉള്ളൂ. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. 93 വയസ്സുള്ള ആളാണ്, നമ്മളുടെ സീനിയർ മോസ്റ്റ് മെമ്പറാണ് ക്യാപ്റ്റൻ ജോസഫ് സാറ്. സാർ ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നു. സാറിനോട് പ്രത്യേകമായിട്ടുള്ള നന്ദി. ഇന്നലെ വൈകിട്ട് വരെ വരുന്നില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റിലെ രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ വിളിച്ചപ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും വരാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്.
നമ്മളുടെ അംഗങ്ങൾ തന്നെ എല്ലാവരും ആരോഗ്യം കൊണ്ട് അത്ര വലിയ മേന്മയുള്ളവരൊന്നും അല്ല. പക്ഷേ നമുക്കെല്ലാവർക്കും കൂടി ഒത്തുചേരാനായിട്ട് സാധാരണ യോഗങ്ങൾ പോലെ തന്നെ അതിനേക്കാട്ടിലും വളരെ ഊർജ്ജത്തോടെ ഇന്ന് എല്ലാവരും ഇവിടെ ഉണ്ട്. അത് എല്ലാവരോടും, പ്രത്യേകിച്ച് കപ്പിൾസായിട്ട് തന്നെ വളരെയധികം ആളുകളുണ്ട്. പിന്നെ ഒരാൾ മാത്രമായിട്ട് സിംഗിൾഡായി പോയവർ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ അവരെയൊക്കെ നമ്മൾ ഒരു ഏകാന്തത തോന്നിപ്പിക്കാൻ ഇടയാകാത്ത രീതിയിൽ അവരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തി ഒരുപോലെയാണ് ഈ സംഘടന കൊണ്ടുപോകുന്നത്. എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അർപ്പിക്കട്ടെ. ഈ ഒരു വലിയ കാര്യം, ഇന്നത്തെ ഈ ഒരു കാനാവിലെ വിരുന്നെന്നുള്ള തീം സംഘടിപ്പിക്കുവാൻ ഉത്സാഹിച്ചവർ നാം എല്ലാവരും തന്നെയാണ്. പേരെടുത്ത് നന്ദി പറയാവുന്നതിലധികമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ എണ്ണം. എങ്കിലും ഈ ഫോറത്തിൻ്റെ തുടക്കം മുതൽ ഇതിനായി അക്ഷീണം പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. അതിനകത്ത് എടുത്ത് പറയത്തക്കതായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല, എല്ലാവരും എടുത്ത് പറയത്തക്കവർ തന്നെ. പക്ഷേ അതിനകത്ത് ജിബോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇതിനകത്തുള്ള അക്ഷീണമായിട്ടുള്ള പരിശ്രമങ്ങളും നമുക്കെല്ലാം അറിയാം. ഇപ്പം ജോണച്ചൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, എത്ര പേരാണെന്നറിയാം ഒരു വീട്ടിലോട്ട് കയറി ചെന്ന് ആ വീട്ടുകാരെ ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് ക്ഷണിക്കുകയോ ആ വീട്ടിലൊരു ആവശ്യം വരികയോ ചെയ്യുമ്പോഴത്തേക്കിന് കടന്നു ചെല്ലുന്നത്. അപ്പം ഇത്രയും പേരെ ഒരുമിച്ച് ചേർക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ള ആളാണ് ശ്രീ ജിബോയ്. അതുപോലെ തന്നെ ധാരാളം ആളുകളുണ്ട്. ജോർജ് കുട്ടി, ആലുമുട്ടിലെ ജോർജ് കുട്ടി, കൈലാവിലെ രാജാൻ, ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്. എനിക്ക് തോന്നിയത് നമുക്കൊക്കെ എന്തോ ഒരു കൂടുതൽ ഇൻറ്റിമസി ഇപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നു. നമ്മൾ അല്ലെങ്കിൽ പള്ളി വരും, വന്നേച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോകും, അതിനപ്പുറത്തേക്കുള്ളൊരു ബന്ധമില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഫോൺ എടുത്ത് പെട്ടെന്ന് ആളുകളെ വിളിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് പരസ്പരം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഒരു പ്രായത്തിൽ തീർച്ചയായിട്ടും വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. നാം ക്ഷണിച്ചിരുന്ന സമീപ ഇടവകയിലെ പല അച്ഛന്മാർക്കും പല അസൗകര്യങ്ങൾ കൊണ്ട് വന്നു ചേരാൻ സാധിച്ചില്ല. പക്ഷേ ഈ വേറിട്ട ആശയത്തോട് അവരൊക്കെ കാണിച്ച താല്പര്യം വളരെ വലുതായിരുന്നു. ഇവിടെ അച്ഛന്മാർ പ്രസംഗിച്ചപ്പോൾ എറവിയറയിലെ അച്ഛനും CSIയിലെ അച്ഛനും പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ടായി, ഈ ഒരു തീം നമ്മൾ പ്രായമുള്ളവർ ഒത്തുചേർന്ന് ഇതുപോലെ ഗോത്രമായിട്ട് തിരിച്ചൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് എന്തോ ഒരു പ്രത്യേകത നമ്മളുടെ ഈ മീറ്റിങ്ങുകളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഭംഗിയായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചത്. ഇതിലെ അംഗങ്ങൾ പ്രായത്തെ പിന്നോട്ട് തള്ളി ഇതിനായി എടുക്കുന്ന ആവേശവും ഉത്സാഹവും താല്പര്യവും അത്രമേൽ ഉള്ളതുകൊണ്ടാണ്. ഈ ഫോറത്തിൻ്റെ രൂപീകരണം മുതൽ ഇന്ന് വരെ ഇടവകയിലെ 100ഓളം കുടുംബങ്ങൾ തമ്മിൽ മുൻപെങ്ങുമില്ലാത്ത ഒരു അടുപ്പവും ആത്മബന്ധവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. ആരാധനയ്ക്കായി നാം ദേവാലയത്തിൽ ഒത്തുചേരുമ്പോൾ ചുണ്ടിലൊരു ചെറു പുഞ്ചിരിയുമായി മാത്രം ഒതുങ്ങി പിരിഞ്ഞു പോകുന്ന നാം ഏതാണ്ട് 6 മാസം കൊണ്ട് അതിനപ്പുറമുള്ള ഒരു കരുതലിലേക്കും ബന്ധത്തിലേക്കും വളർന്നിരിക്കുന്നു. നമ്മിൽ പലരും ചെറുപ്പം മുതൽ ഈ ഒരു അന്തരീക്ഷത്തിൽ കളിച്ചു വളർന്ന് ഈ ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും പങ്കാളികളായി മറ്റാത്മീയ സംഘടനകളിലൊക്കെയും ചേർന്ന് പ്രവർത്തിച്ച് ജീവിതയാത്രയിൽ പല ജോലി തിരക്കുകളുമൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കഴിഞ്ഞവരാണ്. ഇവിടെ ഉള്ളവരുണ്ടായിരുന്നു, നാട്ടിൽ തന്നെ ഉള്ളവർ, വിദേശങ്ങളിലുള്ളവരുണ്ടായിരുന്നു, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ടുള്ളവരുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഒത്തുകൂടിയപ്പോൾ ഏറ്റവും ആദ്യം ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും അവരെ കൊണ്ട് നമ്മളത് ചെയ്യിക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലരൊക്കെ എത്ര ഹൃദയത്തിൽ തട്ടുന്നത് പോലെയുള്ള അനുഭവങ്ങളാണ് പറഞ്ഞതെന്നറിയാമോ? നമ്മളെ കരയിപ്പിക്കുന്ന രീതിയിൽ പോലും പറഞ്ഞു. അതായത് ചെറുപ്പകാലത്ത് ജോലി അന്വേഷിച്ചൊക്കെ പോകുമ്പം ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ ആ സ്ട്രഗിളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതുപോലെ എടുത്തു പറഞ്ഞ് ഷെയർ ചെയ്ത് നല്ല സെഷൻസിൽ കൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. ഇന്ന് ജീവിതത്തിൻ്റെ സായാഹ്നത്തോടടുക്കുമ്പോൾ നമുക്ക് പ്രസ്ഥാനത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ ഊർജവും ഉത്സാഹവും ഇടവകയുടെയും തലമുറയുടെയും അനുഗ്രഹത്തിനും നന്മയ്ക്കുമായി തീരട്ടെ. നമ്മുടെ ഇളം തലമുറകൾ ഇതിനെ ഒരു വെറും പ്രസ്ഥാനമായി കാണാതെ തങ്ങൾക്ക് മുൻപേ നടക്കുന്നവർ എന്ന കരുതൽ നൽകി നമ്മൾ കൊടുക്കുന്ന നല്ല മാതൃകകളെ നമ്മളുടെ ഓരോരുത്തരുടെയും കൂടെ പ്രായം ഒന്ന് കൂട്ടിയിട്ട് നിങ്ങൾ നമ്പർ ഓഫ് പേഴ്സൺസ് ഒന്ന് കൂട്ടിക്കുക. ഒരു ആവറേജ് ഒരു 70 വയസ്സ് വെച്ചിട്ട് 100 പേർക്കൊന്ന് കൂട്ടി നോക്കിയേ എത്ര വലിയൊരു സംഖ്യയാണെന്ന്. അതായത് ഇത്രയും പേരുടെ ഇത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ നമ്മുടെ ഇളം തലമുറയ്ക്ക് കൊടുക്കേണ്ടത്. ആ കുഞ്ഞുങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ നമ്മൾ കൊടുക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്ന ഈ നല്ല എക്സ്പീരിയൻസസ്, അനുഭവങ്ങൾ അവർ ജീവിതത്തിൽ നല്ല പാഠങ്ങളായിട്ട് ഉൾക്കൊള്ളുമാറാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇടവകയിലെ സീനിയർ അംഗങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് വരും തലമുറയ്ക്ക് കൊടുക്കാവുന്ന ഒരു നല്ല മാതൃകയായി ബന്ധവും ഈ പ്രസ്ഥാനവും വളരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സെന്റ് ജോസഫ്സ് ഫോറത്തിൻ്റെ സ്നേഹതീരത്തിൽ നിന്ന് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാനാവിലെ വിരുന്ന് സദ്യയിലേക്ക് നമുക്ക് അധികം വൈകാതെ കടന്നു പോകാം. അതിന് വേണ്ടപ്പെട്ടവർ വീണ്ടും വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. യാചനകൾ നൽകിയിടണമേ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, എന്റെ ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും സ്വർഗീയ മഹോന്നതങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം ഏവരോടും കൂടെ പ്രത്യേകം നമ്മുടെ ഇടവകയോടും ഇടവക ജനങ്ങളോടും ഈ ദേശത്തോടും ദേശനിവാസികളോടും പ്രത്യേക തമ്പുരാനെ നിങ്ങൾ സന്നിഹിതരായി ഒരുമിച്ച് കൂടുന്ന ഈ ആത്മീയ സംഘടനയുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളോടും സന്നിഹിതരായിരിക്കുന്നവരോടും തുടർന്ന് നടത്തുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളോടുകൂടി ഇന്നും നാളത്തേക്ക് ഉണ്ടായിരിക്കുമാറാകണമേ. എല്ലാവർക്കും പ്രസ്ഥാനത്തിലൂടെ ഇരിക്കാം. നമ്മുടെ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാക്കപ്പെടുകയാണ്. ഇനി നമുക്ക് നമ്മുടെ വിരുന്ന സൽക്കാരത്തിലേക്ക് നമുക്ക് പുറപ്പെടാം. ഇപ്പോൾ പേര് വിളിക്കുന്ന അനുസരിച്ച് നമ്മുടെ അമ്മമാര്, ഇപ്പോൾ ഓരോ അമ്മമാരുടെയും പേര് വിളിക്കുന്ന അനുസരിച്ച് അവർ ഹോളിലേക്ക് കടന്നു ചെല്ലണം. അവർ നമ്മുടെ യുവാക്കളെയും യുവതികളെയും സ്വീകരിക്കാൻ തക്കവണ്ണം അവർ ഹോളിൽ ഒരുങ്ങണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടും. ആനി ജോർജ് ഒലിക്കര പേര് വിളിക്കുന്നവർ എഴുന്നേറ്റ്. അന്നമ്മ ആൻഡ്രൂസ് ആനിക്കപ്പറമ്പിൽ, അന്നമ്മ ആൻഡ്രൂസ് ആനിക്കപ്പറമ്പിൽ. മോണി അപ്പുക്കുട്ടൻ പുത്തേറ്റ് കടുപ്പിൽ. ലീനാമ എബ്രഹാം ചക്കാരയിൽ. മറിയാമ്മ മാത്യു പുത്തൻപറമ്പിൽ. അന്നമ്മ വർഗീസ് കാരായി. പേര് വിളിക്കുന്നവർ എഴുന്നേറ്റ് ഹോളിലേക്ക് കടന്നിരുന്നതാണ്. അന്നമ്മ വർഗീസ് കാരായി. സാറാമ സരീർ ഓരിക്കര. കുഞ്ഞമ്മ കുര്യൻ കൊച്ചുവീട്ട്. KC അന്നമ്മ കളപ്പുരയ്ക്കൽ. ലീലാമ്മ കുര്യൻ പ്ലാപ്പറമ്പിൽ. മറിയാമ്മ എബ്രഹാം ചക്കാലി. ലീലാമ്മ ജോസഫ് വൈറ്റ് ഹൗസ്. ഇത്രയും പേര് ഹോളിലേക്ക് കടന്നു ചെന്ന് നമ്മൾ സ്വീകരിക്കാൻ തക്കവണ്ണം അവിടെ ഒരുങ്ങണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അമ്മമാര് ഹോളിലേക്ക് ഈ സമയത്ത് കടന്നു ചെല്ലേണ്ടതാണ്. കസേര ക്രമീകൃതമായിട്ട് ഇരുന്ന്
നിങ്ങൾക്ക് കരുതി. ദയവായി ശ്രദ്ധിക്കുക. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് സ്ത്രീകളെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ദമ്പതിമാർ ഇരുന്നതുകൊണ്ട് ദയവായി ഇനിയുള്ള അടുത്ത ഏൽപ്പിരിക്കാൻ വേണ്ടി ഒന്ന് സ്ഥലം ഒന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടത് നല്ലതായിരുന്നു. പിന്നെ ഇലയുടെ അറ്റം മടക്കുക പഴയ പാരമ്പര്യമാണ്, നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അതിന് മുമ്പ് മടക്കേണ്ടതാണ്, അത് നിങ്ങൾ മടക്കി തന്നെ ചെയ്യുക. ബഹുമാനപ്പെട്ട വൈദികർക്കുള്ള സ്ഥലം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അച്ഛന്മാർ മുന്നോട്ട് വരണം. കുറച്ചൊരു മുന്നോട്ട് വരാമോ? ഈ സൈഡിൽ നിൽക്കുന്നതിലേക്ക് ഉള്ളിലേക്ക് ആ പിന്നിലുള്ളവരും കൂടെ എണീറ്റുന്ന പടത്തിൽ വന്നേ. ഇരിക്കുന്നവരെന്ന് എണീക്കാൻ പറയാമോ? അച്ഛൻ കുറച്ച് മുന്നോട്ട് വന്നോളൂ. മുന്നോട്ട് ആ 100 വർഷം പഴക്കമുള്ള പുരാവസ്തു സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും അത് കാണുകയും അതിലൊന്ന് സ്പർശിക്കുകയൊക്കെ ചെയ്യണം. ഇതൊന്നും നമുക്കിന്ന് കാണാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് അത് കണ്ട് തിരികെ പോകണമെന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തും.